بسم الله الرحمن الرحيم يرفع الله الذين آمنوا والذين أوتوا العلم درجات قال صدق الله مولانا العظيم وقال رسول الله صلى الله عليه وسلم لو أن أهل العلم صانوا العلم لصادوا أهل زمانهم. അനുഗ്രഹീതമായ ഈ അനുസ്മരണ വേദിയിൽ പങ്കെടുത്ത അഭിവന്ദരായ സയ്യിദുമാരെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ കേരളക്കരയിൽ നിറഞ്ഞു നിന്ന പൗരാവലി ആകമാനം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മാറോട് ചേർത്തിയ മഹത്തുക്കളിൽ മഹത്തുക്കളായ രണ്ട് മഹോന്നത വ്യക്തിത്വത്തിന്റെ പാണ്ഡിത്യത്തിന്റെ ഉടമകളായ താജുൽ ഉലമ ബഹുമാനപ്പെട്ട നാദാപുരത്തെ ഓറ് ഇന്നിവരെ അനുസ്മരിക്കുന്ന ഈ വേദി, ഈ സംഗമം നമ്മിൽ വെച്ചും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മഹാന്മാരുടെയും അതുപോലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് കഴിഞ്ഞ കാലത്ത് നേതൃത്വം നൽകി അഹോരാത്രം പരിശ്രമിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ എത്രയെത്രയോ നേതാക്കൾ, പണ്ഡിതന്മാർ, അവരെയും നമ്മയുമെല്ലാം അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ. തികച്ചും സന്തോഷകരമായ ആനന്ദകരമായ ഒരു വേദിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള കുറേ ആളുകൾ അല്ല ഇവിടെ ഒത്തുകൂടിയത്. നമ്മുടെ നാദാപുരം, കടമേരി എന്ന് തുടങ്ങി അനേകം പ്രദേശങ്ങളിലെ ഒരുപാട് സഹോദരന്മാർ, അവിടെയൊക്കെ മഹല്ലിന്റെയും അതുപോലെ തന്നെ പള്ളിയുടെയും നേതൃനിരയിലുള്ളവർ, കാരണവന്മാർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിവിധ സംഘടനാ നേതൃനിരയിൽ അംഗീകൃതമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, നമ്മുടെ പ്രദേശത്ത് പ്രാദേശികമായി ചിന്തിക്കുമ്പോൾ സംഘടിപ്പിക്കാൻ ഒരു നിലക്കും നമുക്ക് സാധ്യമല്ലാത്ത ഒരനുഗ്രഹീത വേദി നമുക്കിവിടെ സംഘടിപ്പിക്കാനും അതിലങ്ങോട്ടും ഇങ്ങോട്ടും മനമറിഞ്ഞുകൊണ്ട് സംസാരിക്കാനും കേൾക്കാനും ഒത്തുകൂടാനും സാധിച്ചു എന്നോർക്കുമ്പോൾ ഒരു വലിയ ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. ഇതുപോലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പ്രവർത്തിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കിടയിൽ മാനസികമായ സന്തോഷവും വിശാലതയും മനപ്പൊരുത്തവും അല്ലാഹു തആല നൽകി സന്തോഷിപ്പിക്കുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നാം പല പ്രദേശത്തുകാരായ ഈ നാട്ടിലെ ഈ ഖത്തർ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ ജോലികളിൽ ജീവിതത്തിന്റെ രണ്ട് അറ്റങ്ങൾ മുട്ടിക്കാൻ, നമ്മുടെ കുടുംബത്തെ പോറ്റാൻ, അതുവഴി നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനും സമൂഹത്തിനും തന്നാലാവുന്നത് ചെയ്തു കൊടുക്കാൻ കൂട്ടുകുടുംബക്കാരെയും നാട്ടുകാരെയും എല്ലാം വിട്ട് ഇവിടെ ജീവിക്കുന്ന പ്രവാസി കൂട്ടമാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ ജീവിതത്തിൽ, ഇവിടെ ജീവിക്കുന്ന സഹോദരന്മാരായ നിങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സലാമത്തും നൽകുമാറാവട്ടെ. ഇത്രയും ആളുകൾക്ക് ജീവിക്കാനും ഇതുപോലെ വളരെ സ്വതന്ത്രമായി യോഗങ്ങളും അതുപോലെ തന്നെ മീറ്റിങ്ങുകളും ഒക്കെ സംഘടിപ്പിക്കാനും നമ്മുടെ പ്രദേശത്തായിരുന്നുവെങ്കിൽ ഇത് കഴിയുമായിരുന്നില്ല. നമ്മുടെ പ്രദേശത്ത് വേറെ സംസ്ഥാനത്തുള്ള അല്ലെങ്കിൽ മറ്റ് രാജ്യത്തുള്ള ആളുകൾ കൂട്ടം കൂടി ജോലിക്ക് വരുമ്പോഴേക്കും നമുക്ക് പ്രയാസമാണ്. എന്നാൽ ഈ പ്രയാസങ്ങളൊന്നും കാണിക്കാതെ അറബികളായ സഹോദരങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടവുമെല്ലാം എത്ര വിശാലമായ ഹൃദയമാണ് അവരുടേതെന്ന് ഓർക്കാൻ നമുക്ക് പറ്റും. ഇത്തരം സംരംഭങ്ങൾ നാം നടത്തിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറബികൾ എന്ന കുടുംബത്തിന് റബ്ബ് നൽകിയിരിക്കുന്ന ഒരു വലിയ പ്രാധാന്യമാണ്. അനറബികൾ എത്ര മുന്തിയവരായാലും അവരേത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മക്കൾ പരമ്പരയാണല്ലോ മൊത്തത്തിൽ അറബികൾ. ആ അറബികൾ എന്ന സമൂഹത്തിന് തറവാട് കൊണ്ട് തന്നെ അനറബികളെക്കാൾ മഹത്വമുണ്ടെന്നത് ആരംഭ നബിതങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ഒരു സത്യമാണ്. ഉന്നത തറവാടാകുമ്പോ അഥവാ മഹത്തുക്കളിലേക്കും മഹാന്മാരിലേക്കും സ്വാലിഹ്യങ്ങളിലേക്കും കണ്ണിചേരുന്ന കുടുംബമാകുമ്പോ അതിന്റെ പവർ അവരുടെ മക്കളിലും പേരമക്കളിലും ഒക്കെ പരന്നു കിടക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മോടും അതുപോലെ തന്നെ മറ്റിതര രാജ്യങ്ങളിലുള്ള നാട്ടുകാരോടും പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളോടും ഖത്തറടക്കമുള്ള പ്രദേശത്തുള്ള അമീറുമാർക്കും ജനനേതാക്കൾക്കും അറബികൾക്കുമെല്ലാം വിശാലമായ ഹൃദയമാണ് നമുക്ക് നേരെ ഉള്ളതെന്ന് ഓർത്തുകൊണ്ട് രാജ്യത്തിന്റെ നിയമങ്ങൾ തെറ്റിക്കാതെ അവരുടെ നാട്ടിൽ നാം ജീവിക്കുമ്പോൾ നിയമങ്ങളും മറ്റുമൊക്കെ അംഗീകരിച്ച് ജീവിക്കണം എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അவ்விதം നമ്മയും ദീനിനെയും സഹായിക്കുന്ന നേതാക്കളെയും സഹോദരങ്ങളെയും ബറക്കത്തും ആഫിയത്തും നൽകി ദീർഘകാലം ആഫിയത്തോടെ അവരെയും നമ്മയും ജീവിപ്പിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, കഴിഞ്ഞ നൂറ്റാണ്ട് 2000-ന് മുമ്പ് ആ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്ത് നമ്മുടെ കേരളത്തിൽ ഒട്ടനേകം ഉലമാക്കൾ നമ്മുടെ പ്രദേശത്തും മറ്റു പ്രദേശങ്ങളുമായി ജീവിച്ച് മരണപ്പെട്ടു പോയത് ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം. ഇങ്ങനെ അനേകം മഹത്തുക്കൾ ജീവിച്ച് മരണപ്പെട്ടു പോയതിന്റെ കൂട്ടത്തിൽ പൗരാവലി ആകമാനം ഒരേ സ്വരത്തിൽ അവർ മഹത്തുക്കളായിരുന്നു, അവർ ഉന്നതരായിരുന്നു, വിജ്ഞാനത്തോടുള്ള കടപ്പാട് നിറവേറ്റിയവരാണെന്ന് എല്ലാവരും ഒത്തുസമ്മതിക്കുന്ന രണ്ട് നേതാക്കളാണ് ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഓറും ബഹുമാനപ്പെട്ട കുഗന ഓറ് എന്നീ രണ്ട് മഹത്തുക്കൾ. അവരെയാണല്ലോ നാം അനുസ്മരിക്കുന്നത്. മറ്റാളുകൾ, മറ്റ് പണ്ഡിതന്മാരൊന്നും അങ്ങനെയല്ലെന്നോ, അവരുടെ മശായിഖുമാരിൽ തന്നെ അവരെയൊക്കെ വെല്ലുന്ന മഹത്തുക്കളില്ലെന്നോ അല്ല പറഞ്ഞു വരുന്നത്. നാം അനുസ്മരിക്കാൻ വിഷയമായി തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ രണ്ട് മഹത്തുക്കൾ മുസ്ലിമീങ്ങൾ എന്ന് മാത്രമല്ല, അമുസ്ലിമീങ്ങൾ പോലും പൗരാവലി ആകമാനം ജനങ്ങളും മൊത്തം അവർ വലിയ ഉന്നതരാണെന്നും ഉന്നത സ്ഥാനത്തുള്ളവരാണെന്നും തലകുലുക്കി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം, കാപട്യം ലവലേശമില്ലാത്ത വിധം സമ്മതിച്ച രണ്ട് മഹത്തുക്കളാണ് ഈ രണ്ട് മഹാന്മാർ. പൗരാവലി ആകമാനമെന്ന് ഞാൻ പറയുന്നത് കേവലം ആലങ്കാരിക പ്രയോഗമല്ല. അങ്ങനെ അലങ്കാരത്തിന് വേണ്ടി ഒരു പ്രയോഗമുണ്ടല്ലോ, അയാളെ കൊണ്ടുണ്ടായ വിടവ് ആരാലും നികത്താൻ പറ്റാത്ത വിടവാണെന്ന് ആര് മരണപ്പെട്ടാലും പറയും. ഇങ്ങനെ അലങ്കാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മുഖസ്തുതിക്ക് വേണ്ടിയോ അവരുടെ കുടുംബക്കാരെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയോ പറയുന്നതല്ല.
നമ്മളെ കേരളത്തിൽ തന്നെ എത്രയെത്ര രാഷ്ട്രീയ സംഘടനകൾ, മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഇത്രത്തോളം കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഒരു രാജ്യമോ സംസ്ഥാനമോ പ്രദേശമോ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്ര മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും സാംസ്കാരിക സംഘടനകളും ഒത്തു പ്രവർത്തിക്കുന്ന ഒരേ ലക്ഷ്യത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന സംഘടനകളില്ലേ? ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സുന്നികൾ, ഒരു ബഹുഭൂരിഭാഗം സുന്നികൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സുന്നികളല്ലാത്ത വഹാബികൾ, ജമാഅത്തുകാര്, മുജാഹിദുകാര് തുടങ്ങിയിട്ട് പിന്നെയുമുണ്ട് ഒരുപാട് വിഭാഗങ്ങൾ. ഇങ്ങനെ സുന്നികളും സുന്നികളല്ലാത്തവരും രാഷ്ട്രീയത്തിൽ തന്നെ വിവിധ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് വിവിധ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനക്കാരായാലും എല്ലാവരും ഒരേ നിലക്ക് ഒത്ത് അവർ സമൂഹത്തിന് വേണ്ടപ്പെട്ടവരായിരുന്നു. അവരില്ലാത്തത് കൊണ്ട് അനവധി നഷ്ടം നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്, നിങ്ങൾക്കറിയില്ലെങ്കിലും എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്ന രണ്ട് മഹത്തുക്കളും ഓർക്കുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ ഒരു സംഗതിയാണ് ഈ രണ്ട് മഹത്തുക്കൾ അങ്ങനെ ആയിത്തീരുക എന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന അഥവാ നമ്മുടെ നാദാപുരത്തെ ഓറ് കീവനോറ് വഫാത്തായ അന്നേത്തെ ദിവസം മഹാന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് ആളുകൾ, അതിൽ സുന്നികളായ ഉലമാക്കളുണ്ട്, സുന്നികളല്ലാത്തവരുണ്ട്, മുസ്ലിമീങ്ങളല്ലാത്തവരുണ്ട്. എല്ലാവരും ഒരേ സമയത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസം ആ വരുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം ലീഗിന്റെ നേതാക്കളിൽ ഉന്നത സ്ഥാനത്ത് അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇന്ന് മരണപ്പെട്ടുപോയ മർഹൂം AV അബ്ദുറഹ്മാൻ ഹാജി എന്ന മഹാനാണ്. രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണങ്ങളില്ല. വ്യക്തിജീവിതത്തിൽ അദ്ദേഹം അതിവിശുദ്ധനായി ജീവിച്ച ആളാണെന്ന് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം. എന്നാൽ അതേ സ്ഥാനത്ത് മുജാഹിദ് വിഭാഗത്തിൽ അന്ന് ഇത്ര കൂടുതൽ മുജാഹിദ് രണ്ടു കൂട്ടരായിട്ടില്ലെങ്കിലും ഔദ്യോഗിക ഈ അടുത്ത് മരണപ്പെട്ടുപോയ AP അബ്ദുൽ ഖാദിർ മൗലവി എന്ന ആ വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള സംഘടനയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു AV അബ്ദുറഹ്മാൻ ഹാജി. ഞാൻ അതൊന്നല്ല പറഞ്ഞത്. അദ്ദേഹം കിടക്കയിൽ കിടക്കുന്ന സമയം അഥവാ ശയ്യയിൽ കിടന്ന് ഒരു നാട്ടിലേക്കും പോകാൻ പറ്റാത്ത, ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റാതിരിക്കുന്നതിനിടയിലാണ് ബഹുമാനപ്പെട്ട കീവനോർ വഫാത്തായ നേരം അന്നത്തെ ദിവസം അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ചു മൂപ്പരുടെ നിർബന്ധപ്രകാരം ആ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. എനിക്ക് ഓരുടെ മയ്യിത്തൊന്ന് കാണണമെന്ന് അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരം രണ്ടു ഭാഗത്ത് തോളിൽ താങ്ങിപ്പിടിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകും. കാല് നിലത്ത് വെച്ച് നടക്കാൻ പറ്റാത്ത വിധം അസുഖത്തിലാണ്, തളർന്നിരിക്കുകയാണ് അദ്ദേഹം. ആ തളർന്ന അദ്ദേഹത്തെ പിടിച്ച് രണ്ടാമത് പിന്നെയും ജീപ്പിലേക്ക്, വാഹനത്തിലേക്ക് കയറ്റാനിരിക്കുന്നതിനിടയിൽ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ചുറ്റുഭാഗത്തുള്ള ജനങ്ങളോടായി പറഞ്ഞ ഒരു വാക്ക് ഇന്നും കേട്ടവരൊക്കെയും മനസ്സിൽ സൂക്ഷിക്കുകയാണ്. എന്താ അദ്ദേഹം പറയുന്നത്? വാഹനത്തിൽ തിരിച്ചു കയറി തന്റെ വീട്ടിലേക്ക് പോകാനിരിക്കുന്നതിന്റെ മുമ്പ് അടുത്തിരിക്കുന്ന ആളുകളോട് പറയുന്നത്, അടുത്ത് കൂടി നിൽക്കുന്ന ആളുകളോട് പറയുന്നത്, എനിക്ക് നിങ്ങളോട് ഇനി ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? ഇനി നിങ്ങൾ തോന്നിയതുപോലെ കളിക്കരുത്. തോന്നിയതുപോലെ കളിച്ചാൽ ചെന്നു പറയാൻ ആളില്ലാത്തതാണ്, ഒരത്താണി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, എന്തും അവിടെ ചെന്ന് പറയാമായിരുന്നു. നിങ്ങളെനിക്ക് അശപിശയും അതുപോലെ തന്നെ അടിയും പിടിയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയാൽ ചെന്ന് പറയാനും സമാധാനം നമുക്ക് നൽകാനുമുള്ള ഒരാൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് AV അബ്ദുറഹ്മാൻ ഹാജി എന്ന ആ മനുഷ്യൻ അന്ന് കൂടി നിൽക്കുന്ന ആളുകളോട് പറയുന്നത് അദ്ദേഹത്തിന് ഒരു പേരെടുക്കാനല്ല. ഇനി അദ്ദേഹത്തിന്റെ വാർത്ത പിറ്റേ ദിവസം പത്രത്തിൽ പെട്ടിക്കോളത്തിലായിട്ട് വരും എന്നൊന്നും കരുതിയത് കൊണ്ടല്ല. കാരണം അതൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് അദ്ദേഹവും മരണത്തോടടുക്കുന്ന കാലമാണത്.
മനസ്സിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് പോലും അറിയാം ഞാനും ബഹുമാനപ്പെട്ട കീഴനവോറും തമ്മിൽ സംഘടനാപരമായും ആശയപരമായും വ്യത്യാസമുണ്ട് എന്ന് AV അബ്ദുറഹ്മാൻ ഹാജിക്ക് നമ്മെക്കാളൊക്കെ കൂടുതൽ അറിയാം. മുജാഹിദിന്റെ നയമെന്താണെന്നും കീഴനോറ നയമെന്താണെന്നും രണ്ടും അറിയാത്തവരല്ലല്ലോ AVയെ പോലെയുള്ള ആളുകൾ. ഇതറിയാമെങ്കിലും മുസ്ലിം സമൂഹത്തിൽ സർവരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തി മൂപ്പരോട് ചെന്നിട്ട് നമുക്ക് പറയാം എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരാൾ ഉണ്ടാകുമ്പോ എത്ര അടിപിടി കൂടുന്നവരും തങ്ങൾക്ക് പറ്റിപ്പോയ അമളി അത് പരിഹരിക്കാൻ ഇത്തരം നേതാക്കളുടെ സവിധവും അവരുടെ ഹദറത്തും ഉപയോഗപ്പെടുത്തും. ഇതില്ലാതായിപ്പോയിരിക്കുന്നു എന്ന തിരിച്ചറിവ് തന്റെ ആളുകളോട് അതവർക്ക് പകർന്നു നൽകിയിട്ട് വിഷയത്തിന്റെ ഗൗരവം ധരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഹാജി സാഹിബ് അവറുകൾ ആ സമയം അന്നങ്ങനെ ഉപയോഗപ്പെടുത്തിയെങ്കിൽ ഇത് അദ്ദേഹം മാത്രം പറഞ്ഞതല്ല, എല്ലാ നേതാക്കളും ഒത്തു സമ്മതിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ രണ്ട് മഹത്തുക്കളുടെ മരണം കൊണ്ട് സുന്നീ രംഗത്ത് പ്രത്യേകിച്ചും മുസ്ലിമീങ്ങൾക്ക് പൊതുവിലും നാട്ടുകാർക്ക് മൊത്തത്തിലും ഈ രണ്ട് മഹത്തുക്കളുടെ വിടവ് കൊണ്ട് വല്ലാത്ത നഷ്ടം, പ്രയാസം സംഭവിച്ചു പോയി എന്നത്. ഏത് രംഗത്ത്? ഇവിടെ പ്രസംഗിച്ചല്ലോ, നമ്മുടെ നാട്ടുകാരായ അതുപോലെ തന്നെ കീഴനോറുടെ നാട്ടുകാര് ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലെ ടേപ്പ് നഷ്ടപ്പെട്ടപ്പോ അതൊന്ന് നന്നാക്കി കൊടുക്കാൻ ഭാഗ്യം കിട്ടി എന്ന് പറയുമ്പോ അദ്ദേഹത്തിന് മൂപ്പറുമായിട്ട് വളരെ അടുപ്പുണ്ടല്ലോ. കടമേരി എന്ന നിലക്ക്, അടുത്തിരിക്കുന്ന ആളെന്ന നിലക്ക്, ഒരു പള്ളിയിൽ ജുമുഅക്ക് പങ്കെടുക്കുന്ന ആളെന്ന നിലക്ക് മൂപ്പർക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടാകും. അതുപോലെ തന്നെ കടമേരിയിലുള്ള മറ്റൊരു ആലിമീങ്ങളിൽപ്പെട്ട മുസ്ലിയാന്മാരിൽപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾക്കുള്ള പരിചയം മറ്റൊരു പരിചയമായി. കുടുംബക്കാര് ബഹുമാനപ്പെട്ട ഓറയും താജുൽ ഉലമയെയും കണക്കാക്കുന്നത് വേറെ ഒരു രൂപത്തിലാണ്. സമൂഹത്തിൽ ഏതെല്ലാം തലകളിൽ ഓരോ വ്യക്തികളും ജീവിക്കുന്നുവോ അവരേത് നിലക്ക് പരിശോധിച്ചാലും ആ പരിശോധനകളിൽ മുഴുവനും മാതൃകായോഗ്യമായ ജീവിതം നയിച്ച് ഒരു 100 കാലത്തോളം ജീവിച്ചവനാണ് രണ്ട് മഹത്തുക്കളും. ഒരൽപ്പം വ്യത്യാസമുണ്ടാകും. 90ഓളം കൊല്ലമാണ് താജുൽ ഉലമ മഹാനവറുകൾ ജീവിച്ചതെങ്കിൽ 94, 96 വർഷത്തോളം ഏതാണ്ട് ഒരു 100 കൊല്ലക്കാലത്തോളമാണ് ബഹുമാനപ്പെട്ട കീഴനൂർ ജീവിച്ചത്. മൊത്തത്തിൽ നമുക്കൊരു 100 കാലം എന്ന് പറയാ അല്പം തള്ളിയാൽ. ഒരു 100 കാലത്തെ ജീവിതത്തിനിടയിൽ അവരുടെ കുട്ടിക്കാലവും യൗവനകാലവും വാർദ്ധക്യകാലവും എല്ലാം വ്യക്തി ജീവിതമാവട്ടെ, കുടുംബ ജീവിതമാവട്ടെ, അതുപോലെ തന്നെ ജനങ്ങളോടുള്ള പെരുമാറ്റമാവട്ടെ, എല്ലാം അതയാളിൽ വെച്ചുണ്ടായത് സത്യത്തിന് നിരക്കാത്തതായി പോയി. അദ്ദേഹത്തിൽ വെച്ചതുണ്ടാവരുതായിരുന്നു. അരുതാത്ത ഒന്നാണ് അദ്ദേഹം ചെയ്തത്, പറഞ്ഞത്, പ്രവർത്തിച്ചത്, നോക്കിയത്, നിന്നത്, നടന്നത് എന്ന് പറയാൻ ഒരവസരം ഒരാൾക്ക് കൊടുക്കാത്ത വിധം ഇസ്ലാമിന്റെ ജീവിക്കുന്ന മാതൃകകളായി നടന്നു പോകുന്ന രണ്ട് ജീവനുള്ള ഇസ്ലാമുകളായി നമ്മുടെ കേരളത്തിൽ ജീവിച്ച രണ്ട് മഹത്തുക്കൾ. അല്ലാഹു ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുന്യാവും ആഖിറവും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇത്തരം രണ്ട് മഹത്തുക്കളുടെ ജീവിതം അനാവരണം ചെയ്യുക ആരാലും സാധ്യമല്ല. കാരണം ഈ രണ്ട് മഹാന്മാരെയും ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നവരിൽ 14 കൊല്ലമായി കീഴനൂർ വഫാത്തായി. 14ാമത്തെ ആണ്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഓർ താജുൽ ഉലമ വഫാത്തായിട്ട് 30 കൊല്ലമായി. 30ാമത്തെ ആണ്ടാണ് അടുത്ത മാസം ശഅബാൻ മാസത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പം 30 കൊല്ലം ജീവിച്ച താജുൽ ഉലമ എന്ന സദഖത്തുള്ള ഓറുമായി ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ഞാനടക്കമുള്ളവരിൽ ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഓർ വഫാത്താകുന്ന സമയത്ത് എത്ര വയസ്സോരിക്കുണ്ടാകും? ഇന്നൊരു 40 വയസ്സുള്ള ഒരാളെ പരിശോധിച്ചാൽ അവനിക്കന്ന് 10 വയസ്സാണ്. 10 വയസ്സുള്ള ഒരാൾക്ക്
30 കൊല്ലം മുമ്പ് വഫാത്തായി പോയ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ പഠിക്കാൻ തിരുത്തു സാധിക്കൂല. 10 വയസ്സുള്ള കാലത്ത് ആലിമീങ്ങൾ ഇന്നയാളുണ്ട് എന്ന് അറിയാതല്ലാതെ അയാളുടെ ജീവിതം പഠിക്കുക സാധ്യമല്ല. അതുപോലെ തന്നെ കിഴന ഓറ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓറ് 14 കൊല്ലം മുമ്പ് വഫാത്താകുന്ന കാലത്ത് 6 വയസ്സുള്ളവരാണ് ഇന്ന് 20 വയസ്സുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ. 20 വയസ്സുള്ള യുവാക്കൾക്ക്, അതായത് കുട്ടിപ്രായം വിട്ട് യുവത്വത്തിലേക്ക് കടന്ന് 20 വയസ്സ് പ്രായമുള്ള ആളുകൾക്ക് അന്ന് 14 കൊല്ലം മുമ്പ് മരണപ്പെട്ടുപോയ ബഹുമാനപ്പെട്ടവരുള്ള അന്ന് അവർക്ക് 6 വയസ്സാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ 2 മഹത്തുക്കളുടെ ജീവിതത്തിന്റെ അവസാന കാലം തന്നെ കണ്ടവർ ഇന്ന് സമൂഹത്തിൽ വളരെ വളരെ കുറവാണ്. ഇനി കണ്ടവരെ തന്നെ നാം പരിശോധിച്ചാൽ കണ്ടത് കിഴനവോറ ഇന്ന് പരിചയമുള്ള ശിഷ്യന്മാരുടെയും നാട്ടുകാരുടെയും കൂട്ടത്തില് ഒരു 10, 70, 80 വയസ്സ് പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് തന്നെ ബഹുമാനപ്പെട്ടവരുടെ 50 വയസ്സിന്റെ ഇപ്പുറത്തുള്ള ജീവിതം അറിഞ്ഞു. താജുൽ ഉലമ എന്ന മഹാനരുടെ 50 വയസ്സിന്റെ ഇപ്പുറത്തുള്ളൂ അറിഞ്ഞൂടെ. കാരണം അതിനു മുമ്പേ മൂപ്പർ വഫാത്തായല്ലോ. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ശരിയായ പ്രവർത്തനങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടവും യുവത്വ കാലഘട്ടമാണല്ലോ. ആ യുവാക്കളായിരുന്ന കാലത്ത് അവരുടെ പാണ്ഡിത്യത്തിന്റെ തുടിപ്പും ഊർജവും ആ ഒരു ഉന്മേഷവും കൈവരിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ വാക്കുകൾ, അവരുടെ നടപ്പുകൾ, അവരുടെ കൽപ്പനകൾ ഇതൊന്നും കണ്ടവരേ ഇന്ന് ലോകത്തില്ല, നാട്ടുകാരിൽ ജീവിച്ചിരിക്കുന്നില്ല. പിന്നെ ഉള്ളതോ 50 കൊല്ലത്തിന്റെ ശേഷമോ 50 വയസ്സൊരാക്കായതിന്റെ ശേഷം ഒരാളുമായി ബന്ധപ്പെട്ടവർക്ക് അയാളുടെ ജീവിതത്തിൽ വെച്ച് എത്ര കാണാൻ സാധിക്കുമെന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ സായം സന്ധ്യയിലും സായാഹ്ന വേളയിലും അവസാനിക്കുന്ന കാലത്തും ബന്ധപ്പെട്ട ആളുകൾ മാത്രം ജീവിച്ചിരിക്കുന്ന ഇക്കാലം എന്ന് മാത്രമല്ല, അവർക്ക് തന്നെ എല്ലാം അറിയാൻ സാധിച്ചിട്ടില്ലല്ലോ. ഒരാളെ നാനാ അർത്ഥത്തിലും പഠിക്കുക, സ്വഹാബത്ത് പഠിച്ചതുപോലെ പഠിക്കുക, ആ ഒരു രൂപം തന്നെ നമ്മുടെ നാടുകളിലില്ലല്ലോ. ഏത് നിലക്കെടുത്ത് പരിശോധിച്ചാലും ഈ 2 മഹത്തുക്കളുടെ ജീവിതത്തിന്റെ നാനാഭാഗം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, അനാവരണം ചെയ്യുക, സ്വന്തം ഒന്ന് മിന്നൽ പരിശോധന നടത്തുക പോലും സാധിക്കുന്നവരെന്ന കൂട്ടത്തിലില്ല. എന്നാലോ കിട്ടിയവർക്ക് കിട്ടിയത് തന്നെ 50 വയസ്സ് ആയതിന്റെ ശേഷം പരിചയപ്പെട്ട ആളുകൾക്ക് കിട്ടിയ വിവരങ്ങൾ അവര് പറയുമ്പോൾ വലിയ വലിയ കാര്യങ്ങളും മാതൃകകളുമാണ് അവര് നമ്മോട് പറഞ്ഞു കേൾക്കുമ്പോൾ നാം കേൾക്കുന്നത്. അതുപോലെ തന്നെ കുടുംബപരമായും വ്യക്തിപരമായും മനുഷ്യന്റെ നടപടി കർമ്മപ്രകാരവും അവര് ജീവിച്ച ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങൾ അറിഞ്ഞവർ അവർക്കറിഞ്ഞത് നമുക്ക് ഓതിത്തരുമ്പോ, വിശദീകരിച്ചു തരുമ്പോ അമൂല്യ രത്നങ്ങളായും വലിയ വലിയ വിജ്ഞാനങ്ങളായും മാതൃകകളായും നമുക്ക് രൂപപ്പെടുന്നുവെങ്കിൽ അതിലൂടെ നമുക്ക് അളക്കാമല്ലോ അവരുടെ ശരിയായ കാലത്തുള്ള ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. ഇത് താജുൽ ഉലമയെ പരിശോധിച്ചാലും ബഹുമാനപ്പെട്ട കിഴനോറെ പരിശോധിച്ചാലും 2 വ്യക്തികളെ പരിശോധിച്ചാലും നമുക്ക് ബോധ്യപ്പെടും. വിശദമായിട്ട് സംസാരിക്കാൻ നമുക്ക് സമയവുമില്ല, അതല്ലല്ലോ ആവശ്യം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഉലമാക്കളെ കൊണ്ട് അവരെ ശരിയായ നിലയ്ക്ക് ലോകത്ത് ജീവിപ്പിച്ച് ജനങ്ങൾക്ക് മാതൃകായോഗ്യരായുള്ള നടപടികൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽക്ക് തന്നെ സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ ദീനിനെ നിലനിർത്താൻ അല്ലാഹ് തെരഞ്ഞെടുത്തിരിക്കുന്ന 2 മാർഗങ്ങളുണ്ട്. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോ മക്കയിൽ വെച്ച് ഹജ്ജത്തുൽ വദായിൽ വിടവാങ്ങൽ പ്രസംഗം നടത്തിയിട്ട് ഞാനിതാ പോകുകയാണ്, എന്നെ അടുത്ത കൊല്ലം ഒരുപക്ഷെ നിങ്ങൾ കണ്ടുകൊള്ളണമെന്നില്ല, അടുത്ത കൊല്ലം നിങ്ങൾ വരുമ്പോഴേക്കും ഞാൻ മരണപ്പെട്ടു പോയിരിക്കും എന്നതിലേക്കുള്ള സൂചന നൽകുമ്പോ മനുഷ്യർ
മൗലികമായി മനസ്സിലാക്കേണ്ട ചിന്തിക്കേണ്ട ഓരോ വിഷയങ്ങളും അടിവരയിട്ടുകൊണ്ട് പ്രഖ്യാപിച്ചിട്ട് ഞാനിതാ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുകയാണ്. അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന് ചോദിച്ചിട്ട് സ്വഹാബാക്കൾ അതേ എന്ന് പറയുന്ന വാക്കിന് അല്ലാഹുമ്മ അശ്ഹദു, പടച്ച തമ്പുരാനെ നീയാണ് സാക്ഷി, എന്റെ ദൗത്യം ഞാനിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതിന് എന്റെ സംബോധിതരായ സ്വഹാബത്ത് തന്നെ തലയാട്ടി സമ്മതിക്കുകയാണെന്ന് റബ്ബിനെ സാക്ഷി നിർത്തിയിട്ട് ആരംഭ നബിതങ്ങൾ പറയുമ്പോൾ മുമ്പിലുണ്ടായിരുന്ന സ്വഹാബത്തിനെ ചരിത്രത്തിൽ എണ്ണുന്നത് 1,24,000 സ്വഹാബത്തുണ്ട്. അല്ലാഹു ലോകത്ത് ഇസ്ലാമിക പ്രബോധനത്തിന് കഴിഞ്ഞ കാലത്ത് അയച്ചിരിക്കുന്ന നബിമാരുടെ അതേ എണ്ണത്തിൽ 1,24,000 സ്വഹാബത്തിന് ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പിൽക്കാലക്കാരായ സമൂഹത്തിന്റെയും പിന്മുറക്കാരുടെയും മുമ്പിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് പറയുന്നത് എന്താണ്? ഈ സ്വഹാബത്ത് മുഴുവനും നക്ഷത്ര തുല്യരാണ്, എല്ലാവരും നക്ഷത്രത്തെ പോലെയാണ്. നക്ഷത്രം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ദിക്കറിയുന്നത്, നിങ്ങൾ എങ്ങനെയാണോ തെറ്റിപ്പോകുന്ന കപ്പലുള്ളിലുള്ളവർ വഴിയറിയുന്നത്, പടിഞ്ഞാറാണോ കിഴക്കാണോ തെക്കാണോ എന്നൊക്കെ അറിയുന്നത് മുൻകാലങ്ങളിൽ നക്ഷത്രത്തെ പിടിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ, അതുപോലെ ഞാനിതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 1,24,000 നക്ഷത്രങ്ങൾ. നിങ്ങൾ തെറ്റിപ്പോകുമ്പോ, നിങ്ങൾ പിഴച്ചു പോകുമ്പോ, നിങ്ങളാരെ പിടിച്ചാലും നിങ്ങൾ പിഴക്കുകയില്ല സ്വഹാബത്ത് എന്ന് സ്വഹാബത്തിന് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് പുന്നാര നബി തങ്ങൾ ഈ ലോകത്ത് വെച്ച് വിട പറയുമ്പോൾ ആരാണ് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ? അവരുടെ പ്രകൃതി എന്താണ്? സ്വഹാബത്തിന് ആകെ മൊത്തം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന 2 സ്വഭാവങ്ങളുണ്ട്. ഒന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളവറുകളുടെയും അവരോട് തുല്യരായ സ്വഹാബത്തിന്റെയും ജീവിതവും പ്രകൃതിയുമാണെന്ന്. മറ്റൊന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രകൃതമാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പ്രകൃതവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രകൃതിയും രണ്ട് പ്രകൃതിയാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ ധരിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ഈ സമൂഹത്തിന് കൊടുത്ത വിവരം അർഹമു ഉമ്മത്തി അബൂബക്കർ വഅസദ്ദുഹും ഫീ ദീനില്ലാഹി ഉമർ സഫീന റസൂലുള്ളാഹി. എന്റെ ഉമ്മത്തികളിൽ ഏറ്റവും കാരുണ്യവാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. വഅസദ്ദുഹും ഫീ ദീനില്ലാഹി ഉമർ, ദീനിൽ ഏറ്റവും കാർക്കശ്യമുള്ളവനും കാഠിന്യമുള്ളവനും ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങളുമാണെന്ന ടൈറ്റിൽ കൊടുക്കുന്നത് ആരംഭ നബിതങ്ങളാണ്. ഏറ്റവും റഹ്മത്തുള്ളവർ, ഏറ്റവും സിദ്ദത്ത് കാഠിന്യമുള്ളവർ, ഇത് രണ്ടും അല്ലാഹുവിന്റെ സ്വഭാവമാണ്. റഹ്മാൻ റഹീം റഊഫ് റഹീം എന്നൊക്കെ അല്ലാഹു തആല പടച്ച തമ്പുരാനെ പരിചയപ്പെടുത്തുമ്പോ ശദീദുൽ ഇഖാബ്, ഖഹ്ഹാർ, അതുപോലെ തന്നെ ജബ്ബാർ എന്നിങ്ങനെ അല്ലാഹുവിന്റെ കടുപ്പത്തിന്റെ മേലിലും വലുപ്പത്തിന്റെ മേലിലും അറിയിക്കുന്ന ഗുണങ്ങൾ ആരംഭ നബിതങ്ങൾക്കും അല്ലാഹുവിനുണ്ട്. റഹ്മത്ത് നിറഞ്ഞവൻ, കൃപ നിറഞ്ഞവൻ, ദയ നിറഞ്ഞവൻ എന്ന് അർത്ഥം വെക്കാൻ പറ്റുന്ന റഹ്മത്തിന്റെ സിഫത്തുകളും അല്ലാഹുവിനുണ്ട്. ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. ഈ സ്വഭാവം സ്വഹാബത്തിന് അനന്തരം കിട്ടുന്നത് പോലെ, പിതാവിന്റെ സ്വത്ത് അനന്തരമായി മക്കൾക്ക് ലഭിക്കുന്നത് പോലെ ആരംഭ നബി തങ്ങളുടെ സ്വഭാവം അതേ അളവിൽ പിന്നീട് കിട്ടാൻ വകയില്ലെങ്കിലും അല്ലാഹു ഓഹരി വെച്ചിട്ടെന്നോണം നൽകുകയാണ് സ്വഹാബത്തിന്. അതിൽ നബി തങ്ങളുടെ റഹ്മത്ത് എന്ന സിഫത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് അല്ലാഹു തആല കൂടുതൽ നൽകിയതെങ്കിൽ, സിദ്ദത്ത് എന്ന കാഠിന്യം എന്ന സ്വഭാവം അല്ലാഹു തആല കരിഞ്ഞേകിയിരിക്കുന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ബാക്കി സ്വഹാബത്തൊക്കെയും ഒന്നുകിൽ അബൂബക്കർ എന്നവരോട് തുടർന്നവരാണ്,
അല്ലെങ്കിൽ ഉമർ എന്നവരോട് തുടർന്നവരാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ സ്വഭാവക്കാരനാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണെങ്കിലോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പോലെയാണ്. ഈ പറഞ്ഞതിനർത്ഥം ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് കടുപ്പം, കാഠിന്യം എന്ന സ്വഭാവമേ ഉള്ളൂ എന്നല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് റഹ്മത്ത് മാത്രമേ ഉള്ളൂ, ദേഷ്യം മഹാനർക്കില്ല എന്നുമല്ല. സിദ്ദീഖ് എന്നവർക്കും ദേഷ്യമുണ്ട്, ഉമർ എന്നവർക്കും ദേഷ്യമുണ്ട്. സിദ്ദീഖ് എന്നവർക്ക് റഹ്മത്തുണ്ട്, ഉമർ എന്നവർക്ക് റഹ്മത്തുണ്ട്. പക്ഷേ റഹ്മത്ത് എന്ന ഗുണമാണ് ദേഷ്യം, കാഠിന്യം എന്ന സ്വഭാവത്തെക്കാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മികച്ചു നിൽക്കുന്നത്. കാഠിന്യം എന്ന സ്വഭാവമാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളവർക്ക് മികച്ചു നിൽക്കുന്നത്. ഇങ്ങനെ രണ്ട് സ്വഭാവങ്ങൾ. എന്താ ഈ സ്വഭാവത്തെ ദീനീകരിക്കാനും നന്നാക്കാനുമുള്ള മാർഗം? ഒരു മനുഷ്യന് പ്രകൃതിപരമായ അല്ലാഹു നൽകുന്ന സ്വഭാവം ഒരു നിലക്കും പറ്റയില്ലായ്മ ചെയ്യാൻ ആവില്ലെന്നതാണ് സത്യം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് തന്നെ വന്ന ഒരു ഹദീസിലുണ്ട്, നീ നേരം വെളുക്കുമ്പോൾ നിന്റെ ഇടവലത്തുള്ള ആളുകളും ജനങ്ങളുള്ള ആളുകളും ഒക്കെ നിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, ഇന്നാലിന്ന ഭാഗത്തുള്ള വലിയൊരു മല, ഒരു പർവ്വതം, അതതിന്റെ സ്ഥാനം മാറിയിട്ട് ഭാഗം മാറി ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് വല്ലവനും നിന്നോട് പറഞ്ഞാൽ ഫസദ്ദിഖ്ഹു, അവൻ പറയുന്നത് നിനക്ക് നേരാക്കാം. ഒരുപക്ഷെ അത് സംഭവിച്ചെന്ന് വരാം. പടിഞ്ഞാറ് ഭാഗത്തുള്ള മല കിഴക്ക് ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ അത് സംഭവിക്കുന്നതിന് കുഴപ്പമില്ല. വല്ല സുനാമിയോ മറ്റു വല്ല നാശങ്ങളോ വന്നുകൊണ്ടോ മറ്റോ അത് സംഭവിച്ചെന്ന് വന്നേക്കാം. അതല്ല, നമ്മളെ അഹ്മദിന്റെ സ്വഭാവം, ഔദാന്റെ സ്വഭാവം, അബൂബക്കറുടെ സ്വഭാവം ഇന്നലെ വൈകുന്നേരം മുതൽ ഇങ്ങോട്ട് വലിയ മാറ്റത്തിലാണ്. ഇതുവരെ ദേഷ്യം പിടിക്കുന്ന ഔദാക്ക് ദേഷ്യം എനിക്കില്ല. ദേഷ്യം അല്ലാണ്ട് ദേഷ്യം എന്ന് കടുപ്പത്ത് അങ്ങനെ പറയുന്ന കണ്ണൂർക്കാർ വല്ല ഉണ്ടോ? അല്ല, നമ്മൾ ആരെല്ലാം നോക്കണ്ടെന്ന് അറിഞ്ഞോണ്ടല്ലോ, എന്നാലും തിരിയുമല്ലോ. അങ്ങനെ വല്ലവനും പറഞ്ഞാൽ ഫലാ തുസദ്ദിഖുഹു, നീ നേരാക്കേണ്ട. സ്വഭാവം പൂർണ്ണമായിട്ട് ആരുടേതും മാറൂല. ഒരാളുടെ സ്വഭാവം മുച്ചൂടും മുഴുവനായി മാറി എന്ന് പറഞ്ഞാൽ മാറ്റുണ്ടാവൂല. പിന്നെ എന്താണ് സ്വഭാവത്തെ വേണ്ടത്? അല്ലാഹു തആല കാഠിന്യമോ റഹ്മത്തോ ഒരാൾക്ക് നൽകുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ദേഷ്യമെന്ന ഒരു സ്വഭാവമാണ് പടച്ചവൻ എനിക്ക് നൽകിയതെങ്കിൽ ആ ദേഷ്യം എന്നത് വേണ്ടെടുത്തും വേണ്ടാത്തടുത്തും എനിക്ക് ചെലവാക്കാലോ. എന്റെ ദേഷ്യം ആവശ്യമുള്ളതിന് മാത്രം ചെലവഴിക്കുമ്പോ ആ ദേഷ്യത്തിന്റെ മേലിൽ എനിക്ക് കൂലി കിട്ടും. ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന ദേഷ്യം ദീനിനും ദീനിന്റെ അഹുലുകാർക്കെതിരിലും പ്രവർത്തിക്കുന്നവരോട് മാത്രമായി ചുരുക്കിയിട്ട് ദേഷ്യം കൊണ്ടാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ദീനിനെ സംരക്ഷിച്ചത്. അതേ സ്ഥാനത്ത് കാരുണ്യം എന്ന ഗുണം സിദ്ദീഖുൽ അക്ബർ എന്നവർക്ക് അല്ലാഹു തആല നൽകിയപ്പോഴോ ആ കാരുണ്യം എന്ന സ്വഭാവത്തെ ദീനിന് വേണ്ടി ചെലവഴിച്ചിട്ട് റഹ്മത്ത് കൊണ്ട് ദീനിനെ നിലനിർത്തുകയായിരുന്നു സിദ്ദീഖ് എന്നവർ. ഈ രണ്ട് ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇവരാണല്ലോ ഇസ്ലാമിന്റെ ആദ്യത്തെ രണ്ട് ഖലീഫമാർ. ഖലീഫ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിഞ്ഞൂടെ? പകരക്കാരൻ. ആരെ പകരം? ആരംഭ നബിതങ്ങൾക്ക് പകരം ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് പകരം ഇമാമത്ത് നിൽക്കുന്നവർ, അല്ലാഹുവിന്റെ ഹബീബിന് പകരം ഭരണം നടത്തുന്നവർ, മുത്തുനബിക്ക് പകരമാണ് അവർ ജീവിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഖലീഫ എന്ന പേര് നൽകപ്പെടുന്നത്. അതേ സ്ഥാനത്ത് പിന്നെ വരുന്നവർക്കോ ഖലീഫത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പകരക്കാരുടെ പകരക്കാരൻ, അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. ഇങ്ങനെ നബിതങ്ങൾക്ക് പകരമായി ലോകത്ത് വന്ന രണ്ടാളുകൾ എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തു കിടക്കാൻ മുത്തുനബിയെ മറവ് ചെയ്യപ്പെട്ട ഖബറിനടുത്ത് തന്നെ വിശ്രമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകിയെന്ന് പറയുമ്പോൾ ഇത് ചില്ലറയല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ
ഈ രണ്ട് സ്വഹാബാക്കൾ അടുത്തിരിക്കുമ്പോ, ആരൊക്കെ? സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും അടുത്തിരിക്കുമ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ മറ്റെന്തോ വിഷയം സംസാരിക്കുകയാണ്. ആ വിഷയം സംസാരിക്കുന്നതിനിടയിൽ ഖബറിൽ വെച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതും പുനർജീവിപ്പിക്കപ്പെടുന്നതും സംസാരിക്കുമ്പോ വലതു കൈ സിദ്ദീഖ് എന്നവരുടെ ചുമലിലും ഇടത് കൈ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ചുമലിലും വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലും എഴുന്നേറ്റു. രണ്ട് സ്വഹാബത്തും എഴുന്നേറ്റു. രണ്ട് ചുമലിൽ കൈവച്ചുകൊണ്ട് എഴുന്നേറ്റിട്ട് പറയുന്നു, ഞാനും ഇവരും എഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. ഒരാളെ ഒരു ഖബറിൽ വെച്ചാണ് എഴുന്നേൽപ്പിക്കപ്പെടുന്നതെങ്കിൽ സിദ്ദീഖ് എന്നവരെ നിങ്ങളുടെ വലത് ചുമലിൽ കൈവച്ചുകൊണ്ട്, വലത്തെ കൈകൊണ്ട് നിങ്ങളുടെ ചുമലിൽ കൈവച്ചുകൊണ്ടും ഇടത് കൈകൊണ്ട് നിങ്ങളുടെ ചുമലിൽ കൈവച്ചുകൊണ്ടും ഞാൻ എഴുന്നേൽക്കുമെന്ന് പറയുമ്പോ എത്ര വലിയ മഹത്വമാണ് പുന്നാര നബിതങ്ങൾക്ക് അവർ നൽകിയത്, നബിതങ്ങൾ അവർക്ക് നൽകിയത്. സഹോദരന്മാരെ, ഈ രണ്ട് വ്യക്തികളെ കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ പടച്ച തമ്പുരാൻ നിലനിർത്തുന്നത് സിദ്ദത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണെങ്കിൽ, ഈ രണ്ട് നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ധാരാളം ഉലമാക്കളെ പരിശുദ്ധ ദീനിന്റെ കഴിഞ്ഞുപോയ ഉലമാ നിലകളിൽ കാണാം. ചിലർ വലിയ കടുപ്പക്കാരാണ്, വലിയ കടുപ്പക്കാർ. അവരുടെ അടുത്തേക്ക് സാധാരണക്കാരൻ അടുക്കാൻ പറ്റിക്കോളണമെന്നില്ല, ആലിമീങ്ങൾക്ക് തന്നെ അടുക്കാൻ പറ്റിക്കോളണമെന്നില്ല. ഗൗരവത്തിന്റെ സ്വഭാവക്കാരായ ആലിമീങ്ങൾ ആഖിറത്തിന്റെ ഉലമാക്കളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അതേ സ്ഥാനത്ത് മറ്റൊരു കൂട്ടരോ എല്ലാവർക്കും ബന്ധപ്പെടാം, എപ്പോഴും ബന്ധപ്പെടാം, എല്ലാം സംസാരിക്കാം. ഈ രൂപത്തിൽ അല്ലാഹു തആല പടച്ചിരിക്കുന്ന ഒരു കൂട്ടം ഉലമാക്കളുമുണ്ട്, കടുപ്പക്കാരും അല്ലാത്തവരും. ഇത് അല്ലാഹുവിന്റെ ദീൻ പൊട്ടിപ്പോകാതിരിക്കാനാണ്. എല്ലാവരും കടുപ്പക്കാരായാൽ, എല്ലാവരും കാഠിന്യത്തിന്റെ സ്വഭാവക്കാരായാൽ, കൈപ്പിന്റെ പേരിലും ദീനിനോടുള്ള വെറുപ്പിന്റെ പേരിലും ദീനിനെ ജനങ്ങൾ തുപ്പിക്കളയും, ജനങ്ങൾ വേണ്ടെന്ന് വെക്കും. ഇത്ര കടുപ്പമുള്ള ദീന് ഞങ്ങൾക്ക് വേണ്ടെന്ന് ജനങ്ങൾ പറയും. അതേ സ്ഥാനത്ത് എളുപ്പമാണ്, എല്ലാ വിഷയത്തിലും എളുപ്പമാണെങ്കിലോ, ഒന്നിനും തരം നോക്കാതെ എളുപ്പമാണെങ്കിലോ ദീനിന്റെ ആ ഒരു ഗാംഭീര്യം നഷ്ടപ്പെട്ടു പോകും. അഥവാ രണ്ട് സ്വഭാവത്തിലൂടെയാണ് അല്ലാഹു തആല ദീനിനെ കടുപ്പമായി നിർത്തുന്നതും അതുപോലെ തന്നെ റഹ്മത്തിന്റെ സ്വഭാവം കൊടുത്തുകൊണ്ട് എളുപ്പമായി നിലനിർത്തുന്നതും. ഇത് അല്ലാഹുവിന്റെ ദീനിന്റെ സ്വഭാവമാണ്. ഇത് സ്വഹാബത്ത് മുതൽ അല്ലാഹു തആല നടപ്പാക്കിയത്. ഈ രണ്ട് സ്വഭാവം മികച്ചു നിൽക്കുന്നതിൽ റഹ്മത്ത് മികച്ചു നിൽക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട നാദാപുരത്തെ ഓരനവറല്ലാഹു മർഖദാ മഹാനവറുകൾ, റഹ്മത്താണ് മഹാനവറുകൾക്ക് മികച്ചു നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ആലിമീങ്ങളോടൊന്ന് മാത്രമല്ല, മുത്തഅല്ലിമീങ്ങളോടൊന്ന് മാത്രമല്ല, സാധാരണ നമ്മുടെ നാദാപുരം പ്രദേശങ്ങളിൽ ഇടക്കിടക്കുണ്ടാകുമല്ലോ രാഷ്ട്രീയ സംഘടനകൾ. അത് മതവൈരത്തിലേക്കെത്തും, വർഗീയതയിലേക്കെത്തും. ഇന്നേടത്തെ അന്തൂറിന്, ഇന്നേടത്തെ ഔള കടികൊണ്ട് അവന്റെ കൈപൊട്ടി, അലവ് കൊണ്ടും മറ്റും അടികൊണ്ട് എന്നുള്ള വാർത്ത കേൾക്കുമ്പോ നാദാപുരത്തെ പള്ളിയിലെ രണ്ടാം തട്ടിൽ വെച്ച് ദുരുസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഓരോ ചോദിക്കാറുണ്ട്, നമ്മളെ കുഞ്ഞുങ്ങളെല്ലാം വല്ലാതെ പോയല്ലോ. ആരാണ് ചോദിക്കുന്നത്? രാഷ്ട്രീയത്തിന്റെ കൊടി മഹാനവറുകൾ പിടിച്ചിട്ടില്ല കൈകൊണ്ട്. വോട്ട് തന്നെ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, പിന്നീട് വോട്ടിന് വരെ പോയിട്ടില്ല. പറ്റാത്തത് കൊണ്ടല്ല, എല്ലാ വിഷയങ്ങളും അറിയുന്നുണ്ട്. രാഷ്ട്രീയമായ സംഘടനകൾ ഉണ്ടാകുമ്പോ നമ്മുടെ ചെറുപ്പക്കാർ കടിയും കുത്തും കൊള്ളുന്ന നേരത്ത് നമ്മളെ കുഞ്ഞുങ്ങളോയെന്ന് പോയല്ലോ എന്ന് ചോദിക്കുന്ന ശൈഖുനായുടെ ആ റഹ്മത്തിന്റെയും ഹൃദയ വിശാലതയുടെയും കടുപ്പമെത്രയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇതവരുടെ ജീവിതത്തിൽ ഒരുപാട് അനാവരണം ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജീവിതകാലം പഠിക്കുമ്പോ, ഓതുന്ന സമയത്ത്, അതുപോലെ തന്നെ ഓതിക്കൊടുക്കുന്ന നേരത്ത്, ഒരു മുത്തഅല്ലിമീങ്ങളോടോ മക്കളോടോ കുട്ടികളോടോ സംസാരിക്കുമ്പോ ഏതു ഭാഗമെടുത്ത് സംസാരിക്കണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. മഹാനവറുകൾ സാധാരണ ദർസിൽ വെച്ച് കഴിക്കുന്ന ഭക്ഷണം
ആ ഭക്ഷണത്തിൽ എല്ലാവരും കാണെ കഴിക്കുന്ന ഒരു ഭക്ഷണമുണ്ട്. ഏതാണ്ട് 2-3 മണി സമയത്ത് ബാർലിയുടെ വെള്ളം ഏതോ ഒരു മഹത്വത്തിൽ കൊടുക്കുന്നതും ഒരു വെച്ച് കൊടുക്കുന്ന കുറഞ്ഞ ബിസ്ക്കറ്റുകളും ഇതടക്ക് കുടിക്കുന്ന കുടിയാണ്. ആ കുടിക്കുന്നത് മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദർസ് ഹാളിൽ വെച്ച് തന്നെയാണ്. കൊണ്ടുകൊടുക്കുമ്പോൾ മഹാനർ കുടിക്കും. ആ കുടിക്കുന്ന നേരത്തൊരു ഗ്ലാസിലേക്ക് ബാർലിയുടെ വെള്ളം ഒഴിച്ചതിന്റെ ശേഷം ബിസ്ക്കറ്റുകൾ 2 കഷ്ണമാക്കിയിട്ട് വെള്ളത്തിൽ മുക്കിയിട്ടാണ് മഹാനർ വായിലേക്ക് വെക്കുന്നത്. ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ മുറിക്കുമ്പോൾ ബിസ്ക്കറ്റ് മുറിക്കുന്ന നേരത്ത് അതിന്റെ തരികൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, പിശാചിന് വേണ്ടി നിലത്ത് വീണു പോകാതിരിക്കാൻ അല്ലാഹു തആല തന്നിരിക്കുന്ന ഈ ഭക്ഷണത്തിന്റെ ഒരു തരി പോലും തന്നിൽ വെച്ച് പോയി പോകാതിരിക്കാൻ ഗ്ലാസിൽ കാട്ടിയിട്ടാണ് മഹാനവറുകൾ ഈ 2 ബിസ്ക്കറ്റ് പൊട്ടിക്കുന്നതെന്ന് ഓർക്കുമ്പോ എന്തൊരു തഖ്വയാണ്, എന്തൊരു സൂക്ഷ്മതയാണ്, എന്തൊരു പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയാണത്. എന്നിട്ട് ഈ ഗ്ലാസിലേക്ക് കുത്തുന്നതിന്റെ മുമ്പ് ബിസ്ക്കറ്റിന്റെ കഷണം ഒന്നുകൂടി ഗ്ലാസിലേക്ക് കൊടയും മഹാനർ. കടിച്ചതിന്റെ ശേഷം അതിന്മേലുള്ള ചെറിയ ചെറിയ തരികളും വീണുപോകാതിരിക്കാൻ പിന്നെയും ഗ്ലാസിലേക്കൊന്ന് കുടഞ്ഞിട്ട് അവസാനം വെള്ളത്തിലലിഞ്ഞ് അതും തന്റെ വായിലേക്കും വയറ്റിലേക്കും എത്തിക്കാൻ ശ്രദ്ധിക്കുന്ന മഹാൻ. എത്ര വലിയ തത്വയാണ് ഇത്! നമ്മൾക്ക് കഴിയാത്ത തത്വയല്ല, നമുക്ക് കഴിയാത്ത ദീനല്ല. ഭക്ഷണ രംഗത്ത് വേണമെന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ എന്റെ സഹോദരങ്ങളെ എനിക്ക് പറ്റുകയില്ല. മഹാന്റെ ഇൽമിനെ പറ്റി പറയുമ്പോ ലോകപ്രസിദ്ധമായ തുഹഫ ദർസ് നടത്തിയിരുന്നു എന്ന് സാധാരണക്കാരനോട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അവനിക്കത് സാധിക്കൂല. അതുപോലെ തന്നെ തഫ്സീർ ദർസ് നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ കേൾക്കാനല്ലാതെ പറ്റുകയില്ല. വലിയ വലിയ കിതാബുകൾ ദർസ് നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിക്കലല്ലാതെ സാധാരണക്കാർക്ക് പറ്റുമോ? അതേ സ്ഥാനത്ത് അവരുടെ ജീവിതത്തിൽ ആ വിജ്ഞാനം കൊണ്ടുണ്ടായ ഫലങ്ങളാണ് ബിസ്ക്കറ്റ് കഴിക്കുന്ന നേരത്തും അതിന്റെ തരികൾ നഷ്ടപ്പെട്ടു പോകാതെ, ഒരു തരിയും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഗ്ലാസിൽ കൊണ്ട് ആ ബിസ്ക്കറ്റ് മുറിക്കുന്ന രംഗം ഒന്ന് മനസ്സുകൊണ്ട് ഓർത്തു നോക്ക്, നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. 14 കൊല്ലം മുമ്പ് നാദാപുരത്തെ പള്ളിയുടെ 2ാം നിലയിൽ വെച്ച് മഹാനെടുക്കുന്ന ഈ പ്രവർത്തനം, ആ മഹാനെ രൂപപ്പെടുത്തിയിട്ട് നമ്മളൊന്ന് ആലോചിച്ചാൽ ബോധ്യപ്പെടും എത്ര വലിയ ഗൗരവമാണതിനെന്ന്. അതുപോലെ തന്നെ മഹാൻ ജീവിതകാലത്ത് മൂപ്പറ് കുറച്ചൊക്കെ മുറുക്കുമല്ലോ. വെറ്റിലയും അടക്കയും മുറുക്കുമ്പോ അതിനായി ഉപയോഗിക്കുന്ന ഒരു പെട്ടിയുണ്ട്. ആ പെട്ടി നാദാപുരത്തെ പള്ളിയിലെ ദർസിൽ ആ ഹാളിൽ തന്നെ വെക്കും. വലിയ മുമ്പ് കാലത്ത് നമ്മളെ നാടുകളിലൊക്കെ ആധാരങ്ങളും മറ്റും സൂക്ഷിക്കാൻ ഉപയോഗിച്ച കുറച്ച് നല്ല പണിത്തരങ്ങളൊക്കെയുള്ള ചെറിയ ഒരു പെട്ടിയാണത്. ആ പെട്ടി ഉപയോഗിക്കുമ്പോൾ അത് തുറന്നിട്ടതിന്റെ മേൽഭാഗം മേപ്പുര പള്ളിയുടെ ചുമരിനോട് തട്ടിയിട്ട് കുറെ പ്രാവശ്യം തട്ടുമ്പോ നമ്മുടെ വാതിലിന്റെ ഓടാമ്പുരമ്പും മറ്റും തട്ടിയിട്ട് ചുമരുകൾ വൃത്തികേടാകുന്നത് പോലെ, പൊടിഞ്ഞു പോകുന്നത് പോലെ പള്ളിയുടെ ചുമര് പൊഴിഞ്ഞു പോകുന്നതിനെ പേടിച്ചുകൊണ്ട് മഹാനർ ഈ പെട്ടി തുറക്കണമെങ്കിൽ ഒരൽപ്പം ഇങ്ങോട്ടേക്ക് വലിച്ചിട്ടാണ് തുറക്കുന്നത്. ചുമരിൽ തട്ടിച്ചുകൊണ്ടല്ല, ചുമരിന് കേടുപെടും. ഏത് ചുമരിനെ? പള്ളി അല്ലാഹുവിന്റെ ഭവനമാണ്. എന്റെ ആവശ്യത്തിന് ഞാൻ മുറുക്കുന്ന ഈ മുറുക്കലിന് ഉപയോഗിക്കുന്ന പെട്ടി കൊണ്ട് പള്ളിക്ക് ദോഷം വരരുത് എന്ന് മാത്രമല്ല, പള്ളിയുടെ ഓട്ടും പുറത്താണ് തുപ്പിയതെങ്കിലും തുപ്പിയ ഉടനെ തന്നെ കിണ്ടിയിൽ വെള്ളം കൊണ്ടുവച്ചിട്ട് ആ തുപ്പിയ ഭാഗത്തേക്ക് ഒന്നങ്ങ് ഒഴിച്ചു കളയും, അവിടെ കട്ടിപിടിക്കാതിരിക്കാൻ. ഇതൊക്കെ ചെറിയ ചെറിയ സംഗതികളാണ്, ചെറിയ സംഗതികൾ. നേരത്തെ പറഞ്ഞല്ലോ ടേപ്പിന്റെ വിവരം. നാദാപുരത്തെ പള്ളിയിലേക്ക് ആദ്യകാലത്ത് നടന്നു പോരുന്നതിനിടയിൽ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ മഴക്കാലമാകുമ്പോൾ ജനങ്ങളൊക്കെ അപ്പുറത്തെ ഒരു ചെറിയ കുനിയിൽ കയറിയിട്ട് നടക്കും. സാധാരണ വഴി ഒഴിവാക്കിയിട്ട് മുട്ടോളം ചളിയുള്ള വെള്ളമായിരിക്കും സാധാരണ പോകുന്ന വഴി. ഒരു ദിവസം മഹാനർ ആ വെള്ളത്തിലൂടെ തന്നെ പോകുമ്പോ
മറ്റൊരാള് ചോദിച്ചോലോ, എന്തിനാ ഓറിങ്ങനെ അടങ്ങാറാവുന്നത്? എല്ലാവരും നടക്കുന്നത് ഇപ്പൊ ഇതിലൂടെയാണല്ലോ, അതിലൂടെ ഓർക്കും പോയാലെന്താ എന്ന് ചോദിച്ചപ്പോ, അതിന്റെ ബഹുമാനത്തെ തന്നെ ചോദിച്ചപ്പം ഓറ് അങ്ങനെ തന്നെ പോയിട്ടോറ് ചോദിക്കുന്നത്, അല്ലടോ, ഈ പറമ്പിന്റെ ഉടമ, ഈ സ്ഥലത്തിന്റെ ഉടമ ജനങ്ങൾക്ക് നടന്നു പോകാൻ വഴിയാക്കി വിട്ടുകൊടുത്തത് ഈ സ്ഥലമാണ്, ഇപ്പോൾ ചളിയുള്ള സ്ഥലം. തന്റെ കുനിയുടെ ഭാഗത്ത് സമ്മതിച്ചതല്ലല്ലോ. അവൻ സമ്മതിക്കാത്ത ഭാഗത്തുകൂടെ എങ്ങനെ ചവിട്ടിപ്പോകും എന്ന് ചോദിച്ച ഒരു മഹാനരായിരുന്നു. ഓർന്നോർക്കുമ്പോ എന്റെ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഇതേതെങ്കിലും ഒരു വിഷയത്തിലല്ല, എല്ലാ വിഷയങ്ങളിലും, ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച മഹാനർ. ചില്ലറ കാര്യങ്ങളിൽ മാത്രമല്ല, ഇതൊക്കെ നമുക്ക് സാധാരണ കേൾക്കുന്നതാണ്. ഇതിൽ മാത്രമല്ല, ഞാൻ പറയട്ടെ, ഇന്ന് ഭാര്യാഭർത്തൃ ജീവിതം, ആ ഭാര്യാഭർത്തൃ ജീവിതത്തിനിടയിൽ വഴതു പറയാൻ പോകുന്നവരോടൊക്കെ ഭർത്താക്കന്മാർ ആവലാതിപ്പെടാറുണ്ട്, ഭാര്യമാരും ആവലാതിപ്പെടാറുണ്ട്. എന്താ രണ്ടാരുടെയും ആവലാതിയുടെ കാമ്പ്? പണ്ട് കാലത്ത് എന്നോടവൾക്ക് വലിയ പ്രിയമായിരുന്നു, അയാൾക്ക് എന്നോടും. ഇപ്പോ എന്നെ മൂപ്പർക്ക് കണ്ടുകൂടാ. ഭർത്താവും പറയുന്നത് അവൾക്കെന്നെ കണ്ടുകൂടാ. ഇപ്പോഴും മക്കളയച്ചു കൊടുക്കുന്ന കാശുണ്ടല്ലോ, ഞാനാണെങ്കിലും നരച്ചു വയസ്സനായി, പിന്നെ അവരുടെ അഭിപ്രായങ്ങളിലൊക്കെ ഞാനങ്ങ് കൂടിക്കൊടുക്കുന്നതാണ്. അവനും അവളുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പറയുന്നതല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്ന, അല്ലെങ്കിൽ ഉണർത്തുന്ന എത്രയോ ഭർത്താക്കന്മാർ ബാധന് പറയാൻ പോകുന്ന ആളുകൾക്ക്, ഉസ്താദുമാർക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ ഭാര്യമാർ, വൃദ്ധയായ എന്നെ ഉപ്പാക്കും മക്കൾക്കൊന്നും ഇപ്പം കണ്ടുകൂടാ, ഞാൻ വീട്ടിലൂടെ എടുക്കാ ചരക്കായി കഴിയുകയാണെന്ന രൂപത്തിൽ സംസാരിക്കുന്ന എത്രയോ സഹോദരിമാർ. കേവലം മനുഷ്യന്റെ ശാരീരികമായ ബന്ധത്തിലും ആ ചോരത്തിളപ്പുള്ള കാലത്തും മാത്രമാണ് ഭാര്യാഭർത്തൃ ബന്ധമെന്ന് വിചാരിച്ചു പരാജയപ്പെട്ടു പോയവർ, തോറ്റുപോയവർ. ബഹുമാനപ്പെട്ട നാദാപുരത്തോർ, അവിടുത്തെ അവസാന കാലം അത് പറയേണ്ടതില്ല. അക്കാലത്തുള്ള കഥയെ ആളുകൾ കറഞ്ഞുകൂടൂ. 85, 86, 90 വയസ്സുള്ള കാലത്ത് രാവിലെ നാദാപുരത്തേക്ക് 9 മണിക്ക്, ഒരു 10 മണിക്കങ്ങനെ ജീപ്പിൽ മഹാനവറുകളെ കൂട്ടിക്കൊണ്ടുവരുന്നതിന്റെ മുമ്പ് ഏതാണ്ട് അത്ര തന്നെ പ്രായമുള്ള മഹാനവറുകളുടെ സഹധർമ്മിണി ഭാര്യയ്ക്ക് വേണ്ടി ഒരു ചെമ്പിൽ വെള്ളം കോരി വെച്ചുകൊണ്ടായിരുന്നു മഹാനർ നാദാപുരത്തേക്ക് വരൽ എന്ന് വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വീട്ടുകാര് പറയുന്നത്, ഈ പെണ്ണുങ്ങൾക്ക് വേണ്ട, ഭാര്യക്ക് വേണ്ട വെള്ളം കീറോറെന്ന വലിയ മഹാനർ, ആ വാർദ്ധക്യത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിയിരിക്കുന്ന മഹാനർ അത് കോരി വെച്ചുകൊണ്ടാണ് നാദാപുരത്തെ ദർസിലേക്ക് പോകുക എന്ന് പറയുമ്പോ, ഭാര്യാഭർത്തൃ ജീവിതത്തിൽ മഹാനർ ഇത്ര മഹിതമായ ഉദാഹരണമാണ്. വൈകുന്നേരം വീട്ടിലേക്ക് വന്നാൽ നാദാപുരത്ത് വന്നവർ, അവർ ചോദിച്ച മസ്തലകൾ, അവരുടെ വിഷയങ്ങൾ എല്ലാം സ്വന്തം സഹധർമ്മിണിയോട് എടുത്തു പറയും. അതിനിടയ്ക്ക് കേൾക്കുന്ന പേരക്കുട്ടികൾ പറയാറുണ്ട്, ഈ മഹാനവറുകളുടെ ഭാര്യക്കൊരൽപ്പം കേൾവി കുറവാണ്. കേൾവി കുറവുള്ള പെണ്ണുങ്ങളായതുകൊണ്ട് എന്തെന്ന് പറയുമ്പോൾ, എന്തെന്നാ നിങ്ങൾ പറഞ്ഞത് എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചോദിക്കുമ്പോ ഓറ് പറയോരോ, നാട്ടിലുള്ള കഥകളൊക്കെ എനിക്ക് കേൾക്കണം, ഓരുടെ ഭാഷയാണത്. ചെവിടാണെങ്കിൽ എനിക്കിട്ട് കേൾക്കുകയുമില്ല. ചേട് കേൾക്കാതിരിക്ക് നാട്ടിലുള്ള കഥ മുഴുവൻ കേൾക്കണമെന്ന് വെച്ചാൽ ആകുമോ എന്ന് ചിരിച്ചുകൊണ്ട് പറയൽ മഹാനവറുകളുടെ പതിവായിരുന്നു എന്നോർക്കുമ്പോ, ആ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ എത്ര മാതൃകയാണ് ഓർ ജീവിച്ചു പോയത്. ഇതൊന്നും വെറുതെ കാട്ടിക്കൂട്ടലല്ല. ആരെങ്കിലും കാണുമല്ലോ എന്റെ പെണ്ണുങ്ങളോട് ഞാനങ്ങനെ. ഓരുടെ ഭാര്യ മരണപ്പെട്ടതിന്റെ ശേഷം ഞാൻ തന്നെ ഒരിക്കൽ ദർസിൽ വെച്ച് കേട്ടിട്ടുണ്ട്, പുരയിൽ ആളുള്ള കാലത്ത് വലിയ സമാധാനമായിരുന്നു. ആരെങ്കിലും ഏതെങ്കിലും ദിക്കിൽ വെച്ച് വന്നാൽ ആ വിവരങ്ങളൊക്കെ അവർ ശേഖരിച്ചു വെക്കും. ഓള് ചോദിക്കും, നിങ്ങൾ എവിടുന്നാ വരുന്നത്, എന്താ ഇങ്ങക്ക് വേണ്ടത് എന്നൊക്കെ തിരിയാത്ത രൂപത്തിൽ അവൾ അത് പഠിച്ച് അതിന്റെ കുത്തുപുള്ളി എടുത്തിട്ട് ഓള് വെക്കും. കുത്തുപുള്ളി എടുക്കുന്നൊരു വർത്താനുണ്ടല്ലോ,
ഓള് മരണപ്പെട്ടതിന്റെ ശേഷം ഇപ്പോൾ അതറിയുന്നില്ല. വീട്ടിൽ പെൺകുട്ടികളുണ്ടെങ്കിലും മറ്റുമൊക്കെ ആരോന്ന് വന്നു പോയി എന്നതിലപ്പുറം എന്തിനാണെന്ന ഒരു ധാരണ ഇപ്പോൾ കിട്ടുന്നില്ല. ഓളുള്ള കാലത്ത് പോലത്തെ ഇങ്ങനെ ഒരു രൂപത്തിലുള്ള ഭാര്യാഭർത്തൃ ജീവിതം നയിക്കാൻ മഹാനവറുകളെ സഹായിച്ചതെന്താണ്? അവിടുത്തെ വിജ്ഞാനമാണ്, അറിവാണ്. എന്റെ സുഹൃത്തുക്കളെ നാം ആലോചിക്കണം. ആ മഹാനരുടെ ഇൽമു കൊണ്ടുണ്ടായി തീർന്നതാണ് ഈ പറഞ്ഞതൊക്കെയും. അങ്ങേ അറ്റത്തെ താഴ്മ, വല്ലാത്ത താഴ്മ മഹാനർക്കുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഓരോട് സാധാരണ ആളുകൾ പറയും ദുആ ചെയ്യാൻ. ദുആ ചെയ്യാൻ പറയുമ്പോ ഓർക്കൊരു നല്ല സൂത്രമുണ്ട്. അല്ലാഹ് ഹൈറാക്കട്ടെ എന്നിങ്ങോട്ട് പറയും. എന്തിനാണത്? നമ്മളിൽപ്പെട്ട ഒരാളോട്, ഇപ്പൊ നിങ്ങളിൽപ്പെട്ട ഒരാൾ തന്നെ എന്റെ കൈപിടിച്ച് എന്നോട് പറഞ്ഞു ദ്വാരക്കണമെന്ന് പറഞ്ഞാ ഞാൻ പെട്ടെന്ന് പറയും ആയിക്കോട്ടെ, എന്താ തൽക്കാലം ഒഴിവായല്ലോ, ഇങ്ങോട്ടും ദ്വാരക്കണമെന്ന് പറയും, ഇങ്ങോട്ടും പറയും ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാരക്കണോ. ഇത് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ബാധ്യതയാണ്. ഈ ബാധ്യത നമ്മൾ പലപ്പോഴും വീട്ടാറില്ല. വലിമൻ ഔസ്വാന എന്ന് പറയുമ്പോൾ വീട്ടുമായിരിക്കാം, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കുമെന്ന് പറയുമ്പോ അതേ സ്ഥാനത്ത് ജീവനോർ അങ്ങനെയല്ല. ഓറൊന്നും ഏറ്റെടുക്കാൻ നിൽക്കൂല. ഞാൻ പോയിട്ട് മഹാനരോട് ദ്വാരക്കണമെന്ന് പറഞ്ഞാ അല്ലാഹ് ഹൈറാക്കട്ടോ എന്ന് പറയും. നിങ്ങളിൽ ഒരാൾ പറഞ്ഞാലും പറയും അല്ലാഹ് ഹൈറാക്കട്ടെ എന്നെന്താ? ഏറ്റെടുത്തിട്ട് കഴുത്തിൽ ബാധ്യതയും ചുമന്ന് നടക്കാനാവുകയില്ല. അക്കാര്യം ഇപ്പം തന്നെ അങ്ങ് നിറവേറ്റുന്ന ഒരു സ്വഭാവം മഹാനവറുകൾക്കുണ്ട്. ചിലർ വന്നാലോ ഓറ് നല്ല തമാശ പറയും. തമാശ ഓരുടെ പതിവാണ്. ആ തമാശയിൽ കാര്യങ്ങളുണ്ടാകും. ഓരോരിക്കൽ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, ഒട്ടിക്കണ്ണ് എന്നൊരു സംഗതി ഉണ്ട്, പെരാക്കൽ എന്ന് പറയും. അങ്ങനെ ഒരുത്തേരുള്ള പെരാങ്ങൽ ധാരാളം ചക്ക ഉണ്ടായ നേരെ അതിനൊരു എന്തോന്ന് എഴുതി വെച്ച് ഒട്ടിക്കണ്ണ ഇന്ത്യ എന്നെല്ലാം പറഞ്ഞിട്ട് എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ ഏതൊരവധ നോക്കിയാറ്റോ പറയുന്നതിന്റെ കൂട്ടത്തില് യൗദ കഴിച്ചാലോ അല്ലല്ല, ഈ 10-40 കുട്ടികൾ ഒരു സ്ലേറ്റിലാണ്. അതും ഓനൊരു പെരാക്കലാക്കി പറയുന്നത്. അങ്ങനത്തെ തമാശ കിടക്കിടക്കോട് ആ പറയുന്നതിന്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവരോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുന്ന ചിലരെ ബഹുമാനപ്പെട്ടവർ തമാശയാക്കും. ദ്വാരക്കാൻ പറയുമ്പോ ആരാ എന്നോട് പറഞ്ഞ ഞാൻ ദ്വാരക്കലില്ല, ഇത് കൽപ്പിക്കുവാനായി ഞാൻ എന്റെ അടുത്ത് വന്നു. എന്നോടാരാ ഇത് പറഞ്ഞെന്ന്? അല്ല, ഓർ എനക്ക് ദ്വാരക്കണം, ഓർവെല്ലാം ദ്വാരന്നാലല്ലേ അള്ളാഹ് സ്വീകരിക്കുക എന്നല്ല ഈ മനുഷ്യൻ പറഞ്ഞ ഓർ പറയുന്നൊരു വാക്ക്. അല്ല മനെ, ഈ മുരിക്ക് കാട്ടിയിട്ട് തേക്കാന്ന് പറഞ്ഞ് ഇന്നെ പറ്റിച്ചതാരാ? തേക്ക് നല്ല മര, പക്ഷെ മുരിക്ക് കാട്ടിയിട്ടായിപ്പോയല്ലോ ഇന്നെ പറ്റിച്ച. ആരാ ഇന്നെ പറ്റിച്ച? എന്നെ കൊണ്ടിങ്ങനെ പറഞ്ഞു. ഇത് താഴ്മയുടെ അങ്ങേ തലയാണ്. എന്നോടുള്ള ഒരാള് നല്ലോണം ദ്വാരക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ട് വരുമോ? എന്നോട് ഏതോ ഒരു ദ്വാക്ക് അള്ളാഹ് ഉത്തരം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു മുഹമ്മദെ ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പോ തവാളോള് എന്ന താഴ്മയും അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഓരോ വിശുദ്ധിയും ഭക്ഷണം കഴിക്കുന്ന നേരത്ത്, അതുപോലെ തന്നെ ജനങ്ങളോട് സംസാരിക്കുന്ന നേരത്ത്, ഇടപഴകുന്ന നേരത്തെല്ലാം മഹാനവറുകൾക്കുള്ള ഈ ഒരു നയം അവിടുത്തെ ഇൽമിന്റെ പവറാണ്. ആ ഇൽമിനാൽ ഉത്ഭൂതമായ വിഷയങ്ങളാണ്. എന്നാൽ ആ വിജ്ഞാനമോ വിജ്ഞാനത്തിന്റെ ഗൗരവം അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം വേണ്ടി വരും. ആ മഹാനവറുകളുടെ വിജ്ഞാനം ഓർക്കാൻ എന്റെ സഹോദരങ്ങളെ, കേരളത്തിൽ കഴിഞ്ഞുപോയ, ഇവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ 2 മഹാന്മാരുണ്ട്. ഒന്നാരാണ്? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാഇ വദ്ദീൻ ഉസ്താദുൽ അസാതീർ മുഹമ്മദ് ബിൻ അഹ്മദ് അൽ ഖുതുബി നവ്വറല്ലാഹു മർഖദഹു എന്ന ഖുതുബിത്തങ്ങൾ. ഖുതുബിത്തങ്ങൾ എന്നതൊന്നും നമുക്കിന്ന് ചരിത്രം പഠിക്കാത്തവർ പറഞ്ഞുകൂടാ. ബഹുമാനപ്പെട്ട ഖുതുബിത്തങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ എല്ലാ പണ്ഡിതന്മാരുടെയും ഉസ്താദാണ് ഖുതുബിത്തങ്ങൾ. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സദഖത്തുള്ളവരുടെ ഉസ്താദാൻ, ബഹുമാനപ്പെട്ട കണ്ണിയത്തോരുടെ ഉസ്താദാൻ, മൗലാനൽ മർഹൂം ഇ.കെ. മഹാനരുടെ ഉസ്താദാണ്, കാങ്ങാട്ടോറുടെ ഉസ്താദാണ്, കണാരണ്ടിയിലോറുടെ ഉസ്താദാണ്. ഇങ്ങനെ ഓറുമാറെന്ന് നമ്മൾ കേരളത്തിൽ ആരെയൊക്കെ വിളിക്കുന്നു, ഈ വിളിക്കുന്ന മുഴുവൻ മശായിഖുമാരുടെയും
ഗുരുനാഥരാണ് ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ. ആ കുത്തുബിത്തങ്ങൾ എന്നത് ദുആക്ക് ഇജാബത്തുള്ള മഹാനരാണ്. ബഹുമാനപ്പെട്ടവരുടെ നടത്തം, മഹാനുടെ ഇരുത്തം, വലിയ മഹാനർ ഒന്ന്. അതേപോലെ തന്നെ മറ്റൊരു മഹാനരാണ് ആയഞ്ചേരിക്കാരൻ എന്നറിയപ്പെടുന്ന തറക്കണ്ടിയിലെ ഓറെന്നറിയപ്പെടുന്ന മഹാൻ. 50-55 വയസ്സ് മാത്രമാണ് ജീവിച്ചത്. 55-ാമത്തെ വയസ്സിൽ 60 വയസ്സിന്റെ മുമ്പ് കരിമൂർക്കന്റെ വിഷമേറ്റുകൊണ്ട് ഷഹീദായി മരിച്ചവരാണ്. വിഷം തീണ്ടിയിട്ട് ഷഹീദായി മരണപ്പെട്ടവർ തറക്കണ്ടിയിലെ ഓർ. ഈ രണ്ട് മഹത്തുക്കളാണ് ബഹുമാനപ്പെട്ട കിയ്യനൂറുടെ രണ്ട് ഉസ്താദുമാർ. ശിഷ്യന്മാരെ മനസ്സിലാവർ ഉസ്താദുമാർക്കല്ലേ. ഈ രണ്ട് ഉസ്താദുമാര് കിയ്യനൂറെ സംബന്ധിച്ച് പറഞ്ഞ വാക്ക് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ കേൾപ്പിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ 10-40 ദിവസം നമ്മുടെ നാടുകളിൽ വഴകും ഉറുദിയും പറഞ്ഞ ഒരു മഹാനരുണ്ട്, ചേരക്കാട് ഹസൻ മുസ്ലിയാർ. അദ്ദേഹം ചെന്നു മഹാനായ കുത്തുബിത്തങ്ങളുടെ വീട്ടിൽ ഹദ്ദാദിന്റെ ഇജാസത്തിന്. ഹദ്ദാദ് എന്ന ഒരു റാത്തീബുണ്ടല്ലോ, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കിയ വിറുതാക്കിയ ഒരുപാട് മുസീബത്തുകളെ തൊട്ടും ബലാഹുകളെ തൊട്ടും കാവലാണെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ദിക്റുകളുടെ സമാഹരണമാണ് ഹദ്ദാദിലുള്ളത്. ഈ ഹദ്ദാദ് ഉലമാക്കൾ പ്രത്യേകം സമ്മതം കൊടുക്കും. ആ സമ്മതം കൊടുക്കുന്നതിൽ ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങൾ അവർക്ക് പ്രത്യേകമായ ഒരു ഇജാസത്തുണ്ട് ഹദ്ദാദ് ഓതുന്നതിന്. ആ ഇജാസത്ത് വാങ്ങാൻ വേണ്ടി ചേരക്കാട്ട് അസമുലിയാർ ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങളുടെ വീട്ടിൽ ചൊക്കിടിയിൽ, അവിടെയാണ് മഹാന്റെ മക്കാം. അവിടെ ചെന്നപ്പോ ഇവിടുന്നാ വരുന്നത് നാദാപുരത്തുനിന്ന് പറഞ്ഞു. നാദാപുരത്തുനിന്ന് എന്ന് പറഞ്ഞപ്പോ കുത്തുബിത്തങ്ങൾ സ്ഫുടമായി സംസാരിക്കുന്നവരാണ്. നമ്മൾ പറയും പോലെ ആട ഇവിടാന്നൊന്നും പറയുന്ന മഹാനരല്ല. അവിടെ ഇവിടെ എന്ന് സ്ഫുടമായി അക്കാലത്ത് തന്നെ സംസാരിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട കുത്തുബി മഹാനർ. ആ മഹാനവറുകൾ ഹസൻ മുസ്ലിയാരോട് പറഞ്ഞോരോ നാദാപുരത്തു നിന്നും. ഹസൻ മുസ്ലിയാർ പറഞ്ഞാൽ അങ്ങനെ തന്നെ ഉദ്ധരിച്ചു, നാദാപുരത്തു നിന്നും. ആരെടുത്ത നിങ്ങൾ ഓതുന്നത്? കിയ്യനൂറെടുത്തു. നാദാപുരത്തെ കീഴ മുദർരിസ് കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ. നാദാപുരത്തെ മുദർരിസ് കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാരെ നിങ്ങൾക്കറിയാമോ? നാദാപുരത്തുകാർക്കറിയാമോ? ജമ്മു മഹല്ലി ബയദാവി, ഇത് വലിയ കിതാബുകളാണ്. ഈ 3 കിതാബുകൾ കീഴനയുടെ അടുത്ത് വെച്ച് തന്നെ ഓതണം. കീഴനയുടെ വിജ്ഞാനത്തിന്റെ കയം അറിഞ്ഞവരാരുണ്ട് എന്നൊരു ചോദ്യം. കയം, ആഴം. കിയ്യനൂറുടെ വിജ്ഞാനത്തിന്റെ ആഴം ആർക്കാണ് അറിയുന്നത്? മുത്തഅല്ലിമുകളായ നിങ്ങൾക്കറിഞ്ഞുകൂടാ, നാദാപുരത്തുകാർക്കറിഞ്ഞുകൂടാ, ഒരാൾക്കും അറിഞ്ഞുകൂടാ. ഈ കിതാബൊക്കെയും മഹാന്റെ എടുത്തു വെച്ച് തന്നെ ഓതണം എന്ന് പറയുന്നത് ഒരു ചില്ലറക്കാരനല്ല. അവരുടെ ഉസ്താദായ കുത്തുബിത്തങ്ങൾ അങ്ങനെ പറയുമ്പോൾ എത്ര വലിയ ഇജാസത്തും സമ്മതവുമാണ്. ഇനി നിങ്ങൾ കേൾക്കൂ, തറക്കണ്ടിയിലെ ഓർ നാദാപുരത്തെ ഓറുടെ പ്രധാന ഗുരുക്കന്മാരുടെ കൂട്ടത്തിലൊരാളാണ് തറക്കണ്ടിയിലെ ഓർ. അക്കാലത്തൊരു മുദർരിസിന് ആവശ്യം വരുമ്പോ കണ്ണൂര് മാട്ടൂൽ ഭാഗത്ത് വേദാമ്പ്രം പള്ളി എന്ന പള്ളിയിലേക്ക് ഒരു മുദർരിസിന് ആവശ്യമായിട്ട് ആ നാട്ടുകാര് വന്നു നാദാപുരത്ത് വന്നിട്ട് നല്ല ലക്ഷണമൊത്ത ഒരു മുദർരിസിനെ കിട്ടാൻ നാദാപുരത്തുകാരോടും തറക്കണ്ടിയിലെ ഓറോടും പറഞ്ഞു. ഓറ് പെട്ടെന്ന് കിയ്യനൂറെ പിടിച്ചിട്ട് പറഞ്ഞോലോ 10-20 വയസ്സാണെന്ന് കിയ്യനൂർക്കുള്ളത്. ഇതാ ഇവനെ കൂട്ടിക്കോൻ, 20 വയസ്സുള്ള ഇവനെ കൂട്ടിക്കോൻ, ഇവനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ മുദർരിസാക്കിക്കോന്ന് പറഞ്ഞപ്പോ ഓർക്ക് വല്ലാത്ത പ്രയാസം, വല്ലാത്ത വിഷമേതുപോലെ ബഹുമാനപ്പെട്ട ശിഹാബുദങ്ങള് നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളെ പൂക്കോയത്തങ്ങൾ വഫാത്തായപ്പോ ആ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ട നേരത്ത് പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു റൂമിലിരുന്ന് മണിക്കൂറുകളോളം കരഞ്ഞു എന്ന് ചരിത്രത്തിൽ പറയുന്നത് പോലെ. എന്താണ് ഈ ഏൽപ്പിക്കുന്നത്? വലിയ വലിയ ഉസ്താദുമാർ മുമ്പിലിരുന്നിട്ട് പല ചോദ്യങ്ങളും ചോദിക്കുന്ന ദർസിലേക്ക് 20 വയസ്സുള്ള ഞാനവിടെ ചെന്നിട്ട് പടച്ചോനെ എന്തൊരു ഉത്തരവാദിത്തമാണ്, ഞാനിതെങ്ങനെ നിറവേറ്റും,
ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ഞാൻ എന്താവനും അവിടെ പോയിട്ട് വേണ്ടത്? നിന്റെ അടുത്ത് കൊണ്ടുവരുന്ന എല്ലാ കിതാബുകളും നീ അവർക്ക് ദർസ് നടത്തിക്കൊടുത്തോ? എല്ലാ കിതാബും നീ ദർസ് നടത്തിക്കൊടുത്തോന്ന്. ഒരു ഉസ്താദ് ഒരു ശിഷ്യന് സമ്മതം കൊടുക്കണമെങ്കിൽ ആ ഉസ്താദിന്റെ മനസ്സിൽ ഈ ശിഷ്യൻ എവിടെ എത്തണം? അങ്ങനെ നാദാപുരത്ത് ഓതുന്ന മറ്റു ചില വിദ്യാർത്ഥികൾക്കൊരു പരാതി. കേവലം കുറഞ്ഞ വയസ്സ് മാത്രം പ്രായമുള്ള ഓറെ, അന്ന് ഓറുന്നൊന്നും വിളിക്കപ്പെടുന്ന കാലമല്ല, 10-20 വയസ്സുള്ള ഈ മനുഷ്യനെ ദർസ് നടത്താൻ വേറൊരുത്തയിലേക്ക് അയച്ചു. ഞങ്ങളൊക്കെ എത്ര കാലമായി ഇവിടെ ഓതുന്ന, ഇത്ര കാലം ഓതുന്ന ഞങ്ങൾക്ക് ദർസ് ഏൽപ്പിക്കാതെ എന്താ തറക്കണ്ടിയിലെ ഓറ് ഇവനെ മാത്രം ഏൽപ്പിച്ചത് എന്ന ഒരു ചോദ്യം ഉള്ളിൽ വെച്ച് നടക്കുന്നുണ്ട് കശപിശ. ഈ വിവരം ഓററിഞ്ഞപ്പോ ഒരു ദർസിനോട് ചോദിച്ചോരോ, അല്ലടോ, നായരിക്ക് വകയില്ലാത്തവനെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് എന്താടോ ഒരു ഗുണം വരുന്നത്? പണ്ടുണ്ടല്ലോ തറവാട്ടിന്ന് മാറ്റിയിട്ട് വേറൊരു വീട്ടിൽ പാർപ്പിക്കൽ. ആരെയാ പാർപ്പിക്കുക? എന്തെങ്കിലും ഒരു ചെറിയ തേങ്ങാ കച്ചവടമോ മറ്റു വല്ല കച്ചവടമോ അറിയുന്ന ഒരാള് അവനെയും കുട്ടികളെയും വേറെ താമസിപ്പിച്ചാൽ അവരുടെ അരിയുടെ വക അവര് കണ്ടെത്തിക്കൊള്ളുമെന്ന് തോന്നുമ്പോ ഏട്ടനെ പാർപ്പിക്കും. ഏട്ടനതിന് പറ്റൂല എന്നാ അനുജനെ താമസിപ്പിക്കും. ഇങ്ങനെ നമ്മുടെ നാട്ടിലൊരു വഴക്കുണ്ടല്ലോ. തറക്കണ്ടിയിലെ ഓറ് ചോദിക്കുന്നത്, നായരിക്ക് വകയില്ലാത്തവനെ മാറ്റിപ്പാർപ്പിച്ചത് കൊണ്ട് എന്താ കാര്യം? ഇവരെയൊക്കെ ദർസിന് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യമാണ്? നാട്ടുകാർക്ക് ഭാരമെന്നല്ലാതെ ദർസ് നടത്താൻ കഴിവുള്ളവനെയല്ലേ അതിനയച്ചിട്ട് ഫലമുള്ളൂ എന്ന് തറക്കണ്ടിയിലെ ഓറ് സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ എത്ര വലിയ ഉന്നതിയിലേക്കാണ് ഇൽമു കൊണ്ട് മഹാനവറുകൾ എത്തിയത്. അത്ര വലിയ ഉന്നത സ്ഥാനത്തുള്ള മഹാനർ, ആ ഉന്നത സ്ഥാനത്തുള്ള മഹാനര്, ആ മഹാനരെ വാഴ്ത്താത്തവരില്ല. ഉസ്താദുമാര് വാഴ്ത്തിയിട്ടുണ്ട്. സമകാലികരായ മശായിഖുമാർ, സമകാലികരായ അക്കാലത്തുള്ള ഉലമാക്കളൊക്കെയും വാഴ്ത്തിയില്ലേ? വലിയ വലിയ ഉലമാക്കളൊക്കെയും ബഹുമാനപ്പെട്ട തികനോരെ വാഴ്ത്തിയിട്ടുണ്ട്. ഞാൻ ദീർഘിച്ചു പോകുന്നില്ല. അതുപോലെ തന്നെ താജുൽ ഉലമ, താജുൽ ഉലമയെ നമുക്കറിയണമെങ്കിൽ സിദ്ദീഖ് എന്നവരെ അറിയാൻ ഉമർ എന്നവർ പുകഴ്ത്തുന്നത് കേൾക്കണം. ഉമർ എന്നവരുടെ ബഹുമാനം അറിയാൻ സിദ്ദീഖ് എന്നവർ ഉമർ എന്നവരെ പുകഴ്ത്തുന്നത് ഇപ്പുറത്തും കേൾക്കണം. അങ്ങനെയാണ് അവരുടെ സ്ഥിതി. ഈ ഒരർത്ഥത്തിൽ താജുൽ ഉലമ എന്ന ബഹുമാനപ്പെട്ട ബണ്ടൂരിലെ സ്വതന്ത്രത്തോർ വലിയ മഹാനരാണ്. ഞാൻ ഈ 2 വിഷയം സംസാരിക്കാനെന്ന പേരിൽ ഇതിന്റെ സംഘാടകർ അതിനുവേണ്ടി പരിശ്രമിച്ചവർക്കൊക്കെയും അല്ലാഹു വലിയ ഫദ്ല് നൽകുമാറാവട്ടെ. ഒരുപാട് മാനസികമായി വിഷമിച്ചവർ, ഇവിടെ വന്നിരുന്നവർ, ഒരു ഫോൺ വിളി കൊണ്ടുപോലും അതുമായി ബന്ധപ്പെട്ടവർക്ക് റബ്ബേ നീ ആഖിറത്തിൽ ദറജ നൽകണേ റഹ്മാനെ. ദുനിയാവിൽ അവരെ പ്രവർത്തനം നീ വിഫലമാക്കരുതേ റബ്ബേ. ഈ വിഷയം സംസാരിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ നന്ദി ദാറുസ്സലാമിൽ ഇന്നും ദർസ് നടത്തുന്ന ഉസ്താദ്, പാപ്പിനിശ്ശേരി ഉസ്താദ് എന്നൊക്കെ ഞങ്ങളുടെ വിളിക്കുന്ന പുരക്കാർ വിളിക്കുന്ന മലപ്പുറത്തുള്ള ഉസ്താദ് EK അബൂബക്കർ മുസ്ലിയാർ മരണപ്പെട്ടു പോയ മഹാനരല്ല. ആ മൂപ്പരുടെ അടുത്ത് ചെന്നപ്പോ ഞാൻ പറഞ്ഞു, താജുൽ ഉലമയെയും തുല്യനോറയുമാണോലും പറയേണ്ടെന്നാണ് ആ പ്രവർത്തകന്മാര് പറയുന്നത്. നൂറ് പറഞ്ഞു, സുഖമായില്ലേ പറയാൻ? എത്രയുണ്ട് എത്രയുണ്ട്. എന്നിട്ട് ഓറ് മുമ്പ് പറഞ്ഞു തന്ന ഒരു കഥയുണ്ട്. വെല്ലൂര് ബാഖിയാത്തുസ് സാലിഹാത്തിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ സദഖത്തുള്ള ഓതുമ്പോ കിതാബുകൾ അവിടെ വളരെ കുറവാണ്. കിതാബ് വാങ്ങാൻ മുത്തഅല്ലിമീങ്ങളുടെ കയ്യിൽ പണം കുറവ്. വഖഫ് ചെയ്ത കിതാബുകളാണ് മുത്തഅല്ലിമീങ്ങൾ ഓതാൻ വേണ്ടി എടുക്കാറുള്ളത്. അത് ചിലപ്പോൾ 4-5 ആളുകൾക്കൊന്നായിട്ട് ഒരു കിതാബ് കൊടുക്കും. കൂട്ടത്തിൽ കശപിശുണ്ടാവുമല്ലോ. അപ്പം ചിലരെ മറ്റു ചിലർക്ക് കിതാബ് കാണിച്ചു കൊടുക്കൂല. ഓരോ ദിവസവും ഉസ്താദുമാരുടെ മുമ്പിൽ ഓരോരുത്തൻ കിതാബ് വായിക്കണം. അവൻ വായിക്കേണ്ട നേരത്ത് മറ്റോ കിതാബ് കൊടുക്കാത്തൊരു സ്വഭാവം ഉണ്ടോ മുമ്പേ. അതൊരു ചെറിയൊരു മോശപ്പെട്ട സ്വഭാവം. ഈ സ്വഭാവപ്രകാരം താജുൽ ഉലമ വായിക്കേണ്ട ദിവസം മറ്റൊരാള് മൂപ്പർക്ക് കിതാബ് കൊടുക്കൂല. സദഖ ഒന്ന് ഇടങ്ങാറാവട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ഉസ്താദിന്റെ മുമ്പെന്ന് എന്റെ ഉസ്താദ് അവറുകൾ എനിക്ക് വിവരിച്ചു തന്നത്, രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയാൽ ഈ കിതാബ് എടുത്തിട്ടൊരൊറ്റ വായന മൂപ്പർ വായിക്കും.
പിറ്റേ ദിവസം ഓതേണ്ട ഭാഗങ്ങൾ വായിച്ചിട്ട് പിറ്റേ ദിവസം ഉസ്താദ് വന്നാൽ കിതാബില്ലാതെ തന്നെ വായിച്ചു കൊടുക്കാൻ സദഖക്ക് കഴിയാറുണ്ടായിരുന്നു എന്നാണ് മഹാനർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതൊരു ചെറിയ സംഗതിയാണോ? ഓതാത്ത കിതാബ് 5-6 പേജ് പിറ്റേന്ന് എടുക്കേണ്ടത് പിറ്റേ ദിവസം കിതാബ് കയ്യിൽ കിട്ടൂല എന്ന് മനസ്സിലാക്കിയിട്ട് പാതിര നേരത്ത് വായിച്ചു വെച്ചിട്ട് തെറ്റാതെ മഹാനർ വായിക്കും. നിങ്ങളറിയുമോ, നമ്മുടെ ശാഫിഈ മദ്ഹബിലുണ്ട് വലിയൊരു കിതാബ്, അഥവാ തുഹ്ഫ എന്നാണ് അതിന്റെ പേര്. ഇതൊന്നും ആർക്കും തർക്കമുള്ള ഒരു വിഷയമല്ല, എല്ലാവരും അംഗീകരിക്കുന്നതാണ്. തുഹ്ഫ എന്ന കിതാബ് 10 വാള്യങ്ങളാണുള്ളത്. ഏതാണ്ട് ഒരു വാള്യം ഇത്ര വരും. ഇങ്ങനത്തെ 10 വാള്യം ഇബ്നു ഹജറിൽ ഹൈതമീ റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ, ഇബ്നു ഹജർ എന്നാൽ പൊന്നാനി സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. സൈനുദ്ദീനുൽ മഖ്ദൂം തങ്ങളാണല്ലോ ഫത്ഹുൽ മുഈൻ ഉണ്ടാക്കിയത്. ആ ഫത്ഹുൽ മുഈൻ ഉണ്ടാക്കിയ സൈനുദ്ദീനുൽ മഖ്ദൂം തങ്ങളാണ് മംഗൂസ് മൗലിദ് രചിച്ചതെന്നും അവസാനം ദുആ എഴുതിയത് ഉസ്താദായ ഇബ്നു ഹജറിൽ ഹൈതമീ തങ്ങളാണെന്നും പറയപ്പെടുന്നുണ്ട് ഉസ്താദുമാരാൽ. മക്കത്തുകാരനാണ് ഇബ്നു ഹജർ എന്നവർ. ആ ഇബ്നു ഹജർ എന്നവർ ശാഫിഈ മദ്ഹബിൽ 60 വാള്യങ്ങൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു കിതാബ്. പക്ഷേ മഹാനർക്ക് കഴിഞ്ഞില്ല. 10 വാള്യങ്ങളാക്കി. 10 മാസം കൊണ്ട് വെള്ളത്തിന്റെ കാര്യങ്ങൾ മുതൽ ക്രിമിനൽ കാര്യങ്ങൾ വരെ വിശദമാക്കുന്ന 10 വാള്യങ്ങളുള്ള തുഹ്ഫ മഹാനവറുകൾ ഉണ്ടാക്കിയപ്പോ ആ തുഹ്ഫ ദർസ് നടത്തുകയാണ് താജുൽ ഉലമാ വണ്ടൂരിലെ ഓറുടെ ഒരു സ്മരണികയുണ്ട്. ആ സ്മരണികയിൽ മൗലാനൽ മർഹൂം സുന്നികളുടെ ധീര ശബ്ദമായിരുന്ന ഇ.കെ. മഹാനവറുകൾ, അല്ലാഹു മഹാന്മാർക്കൊക്കെയും ആഖിറം വെളിച്ചമാക്കുമാറാവട്ടെ, ഓരൊരു സന്ദേശം എഴുതുന്നുണ്ട്. ആ സന്ദേശത്തിൽ പറയുന്നത്, കിതാബുകളിലുള്ള പിഴവുകൾ പോലും കണ്ടുപിടിക്കാൻ കഴിവുള്ള പണ്ഡിതരായിരുന്നു ഈ അടുത്ത് മരണപ്പെട്ടു പോയ സദഖത്തുള്ള മൗലവി. കിതാബുകളിൽ അച്ചടിപ്പിശക് വന്നാൽ ആ അച്ചടിപ്പിശകും വായിച്ചിട്ട് അർത്ഥം വെക്കുന്നതിന് പകരം ഇതവിടെ ഇല്ലാത്തതാണ്, ആരോടോ തെറ്റിപ്പോയതാണ്, എങ്ങനെയോ സംഭവിച്ചതാണെന്ന് കണ്ടുപിടിക്കാൻ സദഖക്ക് കഴിയുമായിരുന്നു എന്ന് സമ്മതിക്കുന്നതാരാണ്? ബഹുമാനപ്പെട്ട ഇ.കെ. അവറുകൾ. ഇതൊന്നും വെറുതെ സമ്മതിച്ചതല്ല. ആ മഹാനർ സമ്മതിച്ചിരിക്കുന്ന സദഖത്തുള്ള ഒരു ദർസ് ഇങ്ങനെ നടത്തുമ്പോ വിദ്യാർത്ഥികൾ ഞാനിപ്പറഞ്ഞ തുഹ്ഫ വായിച്ചു കൊടുക്കും. വായിച്ചപ്പോ ഒരു വാവ് ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഓർ വായിച്ചെടുത്തില്ല. കുട്ടികൾ വായിച്ചെടുത്ത് വാവുണ്ട്. വാവ് ഉള്ളത് സദഖത്തുള്ള ഓർക്ക് അറിയാതെ അതങ്ങ് തെറ്റിപ്പോയപ്പോ ഓറ് തന്നെ ചോദിച്ചോലോ, എനക്കും മറതി തുടങ്ങിയോ? അന്ന് 60ന്റെ മേലെ വയസ്സാണ്. എനക്ക് മറതി തുടങ്ങിയോന്നാ. 60 വയസ്സ് വരേക്കും മറതിയില്ല എന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങളെ, ചില്ലറ ബുദ്ധിയല്ലല്ലോ അല്ലാഹു നൽകിയിരിക്കുന്നത്. ആ താജുൽ ഉലമാ മഹാനരെ ബഹുമാനപ്പെട്ട നാദാപുരത്തെ ഓർ പുകഴ്ത്തുന്നുണ്ട്. എന്താ ഓർ പുകഴ്ത്തുന്നത്? പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓർ പുകഴ്ത്തുന്നത് ഓർ വഫാത്തായ നേരം ചില ആളുകൾ മഹാന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വിഷയങ്ങൾ പറയുമ്പോ ഓർ പറയുന്നു, ഇനി ആരാണുള്ളത് എന്ന് ചെന്നവർ ചോദിച്ചു. കുറെ നേരം അനങ്ങാതിരുന്നിട്ട് മൂപ്പർ പറഞ്ഞു, എടോ ഞാൻ ആരെയും കാണുന്നില്ല. എന്തിന്? എനിക്കും നിങ്ങൾക്കും പണ്ഡിതന്മാരില്ലെന്നല്ല, എനിക്കും നിങ്ങൾക്കും നാട് മുഴുക്കയും പണ്ഡിതന്മാരുണ്ട്. സാധാരണക്കാർക്ക് ദീൻ പഠിക്കാൻ പണ്ഡിതന്മാർ ഇന്നും നാട്ടിലുണ്ട്, അവർക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ഈ ടോർച്ചിലെയും ഈ ഫോണിന്റെ ബാറ്ററിയിൽ നിറച്ചിരിക്കുന്ന ആ വെളിച്ചങ്ങളൊക്കെയും അതുപോലെ തന്നെ കരണ്ടൊക്കെ തീർന്നാൽ, ചാർജ് തീർന്നാൽ രണ്ടാമതൊന്ന് കുത്തിയെടുക്കാൻ, ഒന്ന് നിറക്കാൻ എവിടെയാണുള്ളത് എന്നിടത്താണ് പ്രശ്നം. പണ്ഡിതന്മാർക്ക് നിറക്കാൻ ആരാണുള്ളത്? സാധാരണക്കാരല്ല പ്രയാസപ്പെടുന്നത്. ദീനീ രംഗത്തുള്ളവർ ഒരു പ്രശ്നം വരുമ്പോ, ഒരു ത്വലാഖിന്റെ പ്രശ്നം വരുമ്പോ, മറ്റെന്തോ ഒരു പ്രശ്നം വരുമ്പോ, നമുക്ക് തിരിയാത്ത ഒരു പ്രശ്നങ്ങൾ വരുമ്പോ എങ്ങനെ ഇതിൽ കൈയിടണമെന്നറിയാതെ പ്രയാസപ്പെടുമ്പോഴാണ് ഏതർത്ഥത്തിലുള്ള ഉലമാക്കളും ഞെട്ടിപ്പോകുന്നത്.
ബഹുമാനപ്പെട്ട മഹാന്റെ അടുത്തേക്ക് വന്നപ്പം മൂപ്പര് പറഞ്ഞു, ഞാൻ ആരെയും കാണുന്നില്ല, എന്റെ ഉസ്താദുമാരൊക്കെ മരിച്ചുപോയി, അവരൊക്കെ മരിച്ചപ്പോ ഞാൻ ആ സ്ഥാനത്തേക്ക് കണ്ടുവച്ചവരായിരുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സദഖത്തുല്ലാഹ് എന്റെ ഉസ്താദായ കുത്തുബിത്തങ്ങളുടെ അടുത്തേക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തറക്കണ്ടിയിലവരുടെ സ്ഥാനത്തും ഞാൻ കണ്ടുവച്ചിരിക്കുന്ന ഒരു മഹാനരായിരുന്നു എന്ന് കിഗനൂർ പറയുകയാണ്. ആരെ സംബന്ധിച്ചു? നാദാപുരത്തോട് പറയുന്നത് സദഖത്തുല്ലാഹിനെ സംബന്ധിച്ചപ്പോ എത്ര ബഹുമാനം. ഒരിക്കൽ നാദാപുരത്തേക്ക് വരുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ വണ്ടൂരെന്ന്, അവർക്ക് തലക്കനമില്ല. ഞാനിപ്പോൾ എനിക്കൊരല്പം എന്തെങ്കിലും ഒരു കാര്യം അറിയാമെന്ന് തോന്നുമ്പോ എന്നെ പോലത്തെ ഒരാളെ അടുത്ത് ചെന്നിട്ടൊരു വിഷയം ചോദിക്കാൻ എനിക്കൊരു ചാണ്ഡതയാണ്, എനിക്കൊരു പ്രയാസാണ്. കുറച്ച് പൈസ എന്റെ കയ്യിലുണ്ട്, അത്യാവശ്യം പൈസയുണ്ട് എന്ന് ജനങ്ങളൊക്കെ എന്നെ പറ്റി പറയും. തൽക്കാലം പൈസ ഇല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കലാണ് എന്റെ പണി, അല്ലെങ്കിൽ പണയം വെച്ചിട്ടാണ് ഞാൻ മറ്റു വല്ലതും നിവർത്തിക്കുന്നത്. ഔദാക്ക് തിരിഞ്ഞു പോയാലോ, വായ്പക്ക് ചോദിച്ചാൽ പൈസക്കിലേശം ഒരു വിഷമുണ്ട് എന്നുള്ളത് ഔദാക്ക് തിരിഞ്ഞാൽ ഒരു മാനക്കേടല്ലേ, അതുകൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, ആധാരം പണയപ്പെടുത്താം, മറ്റു വല്ലതും അറിയാം. ഓനറിയണ്ട നമ്മളെ പ്രയാസങ്ങൾ. ഇതെല്ലാ രംഗത്തുമുണ്ട്. ഒരൽപ്പം ഇൽമുണ്ടെങ്കിൽ അതിന്റെ കിബറന്റെ മനസ്സിൽ കയറിയിട്ട് മറ്റൊരാളോട് ചോദിക്കാൻ മടി. വണ്ടൂരിൽ വെച്ച് താജുൽ ഉലമ നാദാപുരത്തേക്ക് വരുന്നത് എന്തിനാണെന്നറിയോ? ഒരനന്തരാവകാശത്തിന്റെ വിഷയം അറിയാൻ. മഹാനർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, അനന്തരാവകാശത്തിൽ കിഗനൂർ വലിയ അഗ്രഗണ്യനാണ്. കിതാബില്ലാതെ പറയും, കിതാബ് നോക്കാതെ പറയും, അതൊരൊറ്റ കൈമറിയിൽ മഹാനവറുകൾ പറയും. അങ്ങനെ വന്ന നേരത്ത് താജുൽ ഉലമ ചോദിക്കുന്നു, ഒരാള് മരണപ്പെട്ടു പോയപ്പോ കുടുംബക്കാരാരുമില്ല, അനന്തരാവകാശികളായ കുടുംബക്കാർ അടുത്തതുമില്ല ദൂരെയുള്ളതുമില്ല. എന്നാലോ അവിടുത്തെ ഫിഖ്ഹിന്റെ നിയമം, ഇസ്ലാമിക ഭരണമുള്ള ഒരു പ്രദേശമാണെങ്കിൽ സ്വത്ത് മുഴുക്കയും ആ ഗവൺമെന്റിലേക്ക് പോകും. ഗവൺമെന്റ് നാട്ടിലുള്ള ഇസ്ലാമികമായ ഗവൺമെന്റ് ഇല്ലെങ്കിൽ അനന്തരാവകാശികളല്ലാത്ത കുടുംബക്കാർക്ക് കൊടുക്കും. അനന്തരം കിട്ടാത്ത കുടുംബക്കാരുണ്ടല്ലോ, അവർക്ക് കൊടുക്കും. ഗവുൽ അർഹാം എന്ന കുടുംബക്കാർക്ക് കൊടുക്കുമ്പോ എങ്ങനെ ഓഹരി വെക്കണം? മകൾക്ക് പകുതി, 2 മകൾക്ക് 3/2 എന്നൊക്കെ പറയുന്നത് പോലെ ഇവരുടെ ഓഹരി എങ്ങനെയാണ്? കിതാബിലില്ല. താജുൽ ഉലമ ചോദിക്കുന്നു ഓരോട്, ഓരൊരൊറ്റ നോട്ടം, ഒരു നോട്ടം നോക്കിയിട്ട് ഒരു കൈമറയിൽ ഇന്നവൾക്കിത്ര, ഇന്നവൾക്കിത്ര, ഇന്നവൾക്കിത്ര എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിശദീകരണം കൊടുത്തു. ആർക്ക് കൊടുക്കുന്നേ? താജുൽ ഉലമ വണ്ടൂരിലെ സദഖത്തുല്ലാഹിക്ക്. ഇതും പറഞ്ഞിട്ട് കിഗനൂർ മൂത്രമൊഴിക്കാൻ വേണ്ടി പള്ളിയിൽ വെച്ച് താഴോട്ട് പോന്നപ്പോ അടുത്തുള്ള മഹാന്റെ ശിഷ്യനായ ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഒരു അലവി ഉസ്താദ് എന്ന ഒരു മഹാനരുണ്ട്. അല്ലാഹു അവർക്ക് ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ഓരോട് പറയുകയാണ്, വല്ലാത്ത അജീബായ മനുഷ്യനാണ് ഇയാൾ. അരെ കിഗനൂർ വല്ലാത്ത അജീബായ മനുഷ്യനാണ്. നമ്മളെ തുഹഫെ പറയാത്ത മസാല, നിഹായയിൽ പറയാത്ത മസാല, നമ്മുടെ കിതാബുകളിലൊന്നും വ്യക്തമായി പറയാത്ത മസാല പോലും ഓർക്കും മനപ്പാടമാണല്ലോ. വല്ലാത്ത അത്ഭുതം തന്നെയാണ്. അജീബായ ഒരു മനുഷ്യനാണെന്ന് താജുൽ ഉലമ കിഗനൂറെ വാഴ്ത്തിയെങ്കിൽ ആ കിഗനൂറാണ് പറയുന്നത്, എന്റെ ഉസ്താദുമാരുടെ സ്ഥാനത്തേക്ക് ഞാൻ കണ്ടുവച്ചവരായിരുന്നു. ഞാൻ നീട്ടി പറയുന്നില്ല. ഈ 2 മഹത്തുക്കൾ ഈ ലോകത്ത് നടത്തിയതെന്താണ്? ഇസ്ലാമിക സേവനം. ഇസ്ലാമിന്റെ സേവനം എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് ധനം അവർ സമ്പാദിക്കാനല്ല മെനക്കേട്ടതെന്ന് മോശമാണെന്നല്ല, വലിയ ബുദ്ധിമാന്മാരാണ്. ചരിത്രത്തിൽ പറയുന്നുണ്ട്, സദഖത്തുല്ലാഹിന്റെ കൈ ഒരാൾ നോക്കിയൊരു കൈനോട്ടക്കാരൻ നോക്കിച്ചതാണെന്നും മനസ്സിലാക്കിയിട്ട് നമ്മളെ നോക്കിപ്പിക്കാനല്ല, തൽക്കാലുണ്ടല്ലോ ഒരു മോഡലായിട്ട് സാമ്പിൾ ഫീസ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഇല്ലേ, ആ സാമ്പിൾ ഫീസ് കൊടുക്കുന്നത് പോലെ സാധാരണ ഒരു കൈനോട്ടക്കാരൻ വന്നുകൊണ്ട് മഹാന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഓ തങ്ങളുടെ കയ്യിൽ കണ്ട പോലെ തന്നെ ഞാൻ EMSന്റെ കയ്യിലും കണ്ടിട്ടുണ്ട്. EMSന്റെ കൈ ഇയാൾ നോക്കി, EMSന്റെ കൈ നോക്കി ഇയാൾ പറയുന്നത് തങ്ങളെ കൈ നല്ലപോലെ പറയാ. നമ്മൾ എന്നെയാലും ചിലർ ഒരൊറ്റ കാത്ത് പിന്നെ അത് അയ്യാറായിട്ടല്ല, അത് ഓരോട് വിളിയാ. ഞാൻ വിളിക്കുന്നത് നിങ്ങളെയും വിളിക്കലുണ്ടാവും, ഹാജി ഹാജി. അപ്പോ
EMS-ന്റെ കയ്യിലും അങ്ങയുടെ കയ്യിലും ഞാൻ ഒരേ രേഖ കാണുന്നല്ലോ എന്ന് പണ്ട് കൈനോട്ടക്കാരൻ പറഞ്ഞത് യാഥാർത്ഥ്യല്ലേ? നമ്മളെ ഹുദവി പറഞ്ഞില്ലേ മസാലയിൽ എതിരുണ്ട്. ആ മസാല ആരോടെങ്കിലും പറയാൻ എന്നെ ബഹുമാനിക്കുന്നവരെന്ത് വിചാരിക്കുമ്പോ മൈക്ക് പറ്റൂല എന്ന് ഞാൻ പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞാലല്ല, ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം ഈ ഒരു പൊതുസഹസാന്നുള്ള നല്ലോണം എനിക്കറിയാം. എല്ലാവരും ഞാൻ കാണുന്നുണ്ട്. എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയ സഹസല്ലേ. എത്ര ആള് വന്നേരം തന്നെ ഞാൻ എന്റെ മഹല്ലാർ ഒരു കൂട്ടറാണ്. ബഹുത്താല ഈ കൂടൽ ആഖിറത്തിൽ വിജയിക്കാനുള്ള ഒരു മാർഗമായി റബ്ബ് നമ്മൾക്ക്. എന്നാ ഓർ വിചാരിച്ചോ, ഞാനിത് ആരോടും പറയണ്ട. ഓർക്ക് തിരിയുന്നത് ജുമാക്കുമായി ബാങ്കിനും പറ്റില്ല, നിക്കാഹിനും പറ്റില്ല എന്നാ ഓർ പറയും ചിലപ്പോൾ. അല്ലടോ, ഞാൻ രേഖാപ്രകാരം രേഖാമൂലം സംസ്ഥാനക്കാരനാ. ഞാൻ പറഞ്ഞ മസാല ഇരിക്കുമോ? തമാശക്ക അവർ ചോദിക്കുന്നത്. മസാല എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. എന്നാൽ ആരോടെങ്കിലും ആരെങ്കിലും ചെന്നാല് ഇനി ഇന്ന ഗ്രൂപ്പ് പെട്ടിയാളാ, എനിക്കിപ്പം മസാല ഇതിലില്ല. ഇനി ഇന്ന ലേശർ നിറം മാറിയാള, എനിക്കുമില്ല മസാല എന്നവർ പറഞ്ഞില്ലല്ലോ. പാതിര സമയത്ത് പോലും ആര് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യകാല സ്ഥാപക സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. മൂപ്പറൈന്റെ ആളാന്ന് വേണം പറയണ്ട. ആദ്യകാലത്ത് വൈസ് പ്രസിഡന്റും പിന്നീട് പ്രസിഡന്റും മരിക്കുന്നത് വരേക്കും പ്രസിഡന്റ് ആയാളാണ് ബഹുമാനപ്പെട്ട കൂവനൂർ. ഓർ പ്രസിഡന്റ് ആയത് 16 കൊല്ലം. പ്രസിഡന്റ് ആയ കൊല്ലമൊന്നല്ല, വണ്ടൂരിലെ ഓർ വഫാത്തായിട്ട് മഹാനർ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നത് 16 കൊല്ലം. 16 കൊല്ലത്തെ എല്ലാ മുസാവറയും നാദാപുരത്തെ പള്ളിയിൽ നിന്നും ഓറെ വീട്ടുന്നു. ഇങ്ങനെ സംസ്ഥാനയുടെ പ്രസിഡന്റായി നിൽക്കുന്ന മഹാനവരുടെ അടുത്ത് എത്ര മസലകൾ വന്ന് ചോദിക്കുന്നത് ഇന്നയാള് ഓർക്കുന്നൊട്ടല്ല. ഏത് വ്യക്തി വന്നാലും വില്യാപ്പള്ളിയിലെ ആറ്റക്കോയത്തങ്ങൾ ഇന്നും ഞാനുമായിട്ട് സംസാരിക്കുമ്പോ കരഞ്ഞുകൊണ്ടാണ് ഓർ പറയാറുള്ളത് ചില വിഷയം. ഒരു ദിവസം ഓരോ നാട്ടിലൊരു പ്രശ്നം വന്നോലോ. എന്താ പ്രശ്നമുള്ളത്? ഒരാളുടെ പിതാവ് നാട്ടിലില്ല. എന്താ? പിതാവ് ഗൾഫിലാണ്. എന്തിനാ ഗൾഫിൽ വരുന്നത്? മക്കളെ കെട്ടിക്കാൻ, വീടുണ്ടാക്കാൻ. ഒരു പിരിവെടുത്തിട്ടല്ല. ഇന്ന് തന്നെ ഞാനിങ്ങ് പോരുമ്പോ ഷാർജ എയർപോർട്ടിൽ വെച്ച് 1-2 സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനിടെ പറഞ്ഞത്, നിവൃത്തിയില്ലേറ്റില്ലടോ ഈ ഓടുന്നത് എന്നാ. എന്ത്? തൽക്കാലം ടിക്കറ്റിനല്ല നിവൃത്തിയില്ലാത്തത്. ഒരുവിധം പറ്റുമായിരുന്നെങ്കിൽ ഞാൻ നാട്ടിൽ വെച്ച് പോരുമായിരുന്നില്ല. ഒരൊഴിവ് വേണ്ടേന്ന് സ്വയം അവൻ പറയുമ്പോ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ ആദരവായ നിബിധങ്ങൾ പഠിപ്പിച്ചില്ലേ? എല്ലാ ദോഷങ്ങളെയും റബ്ബ് പൊറുക്കുന്നൊരു സംഗതിയാണ് അസ്സഅയു അലൽ ഇയാൽ. ആശ്രിതർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ട് രക്തം നീരൊലിപ്പിച്ചാൽ, വിയർപ്പൊലിപ്പിച്ചാൽ, ശരീരം രോഗത്തിന് അടിമപ്പെട്ടു പോയാൽ എല്ലാ ദോഷങ്ങളും അവൻ്റെത് പൊറുക്കും. നിസ്കാരം കൊണ്ട് പൊറുക്കാത്ത ദോഷം, നോമ്പ് കൊണ്ട് പൊറുക്കാത്ത ദോഷം, അതുപോലെ തന്നെ യുദ്ധം കൊണ്ട് പൊറുക്കാത്ത ദോഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ കഠിനാധ്വാനം കൊണ്ട് പൊറുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. നമുക്കെല്ലാം അല്ലാഹു ആ ഒരു മഹത്വം നൽകി നമ്മെ ആദരിക്കുമാറാവട്ടെ. 60-70 വയസ്സാകുമ്പോൾ എത്ര ഇങ്ങോട്ട് ചിന്തിച്ചു നോക്കുമ്പോ സുന്നത്ത് നിസ്കാരം എനിക്കില്ല, ഖുർആനോത്തെനിക്കില്ല, എത്ര സ്വബഹിയാണ് എന്നത് ഖളായത് റബ്ബേ. ശരിയായിരിക്കാം. ഒരു മറുഭാഗം ചിന്തിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ചെയ്തവരെല്ലാം ചെയ്തത് മറ്റൊരുത്തന്റെ ഗ്രോസറിയിൽ നിന്നത്, ജ്യൂസ് കടയിൽ നിന്നത്, അവിടെ നിന്നത്, ഇവിടെ നിന്നത്, ഉരുകിപ്പോകുന്ന, ഇവിടുന്നെങ്ങാനും മരണപ്പെട്ടു പോയാൽ ഒരു ബിൽഡിങ്ങിന്റെ മേലെ വെച്ചാണെങ്കിൽ ഉണങ്ങിപ്പോകുന്ന അത്രയും കടുകഠിനമായ ചൂടല്ലേ, മരം കോച്ചും തണുപ്പല്ലേ. ഇതിനിടയിൽ അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു പ്രവാസിയുടെ ജീവിതം മുഴുക്കയും വാജിബായ സംഗതികൾക്ക് വേണ്ടിയാണ്. അല്ലാഹ് സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹ് കബൂലാക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഗൾഫിലേക്ക് പോയ ഒരു പിതാവിനെ ഒരു മകളെ കെട്ടിക്കണം. പിതാവ് മകളെ കെട്ടിക്കണമെങ്കിലോ പിതാവ് നാട്ടിലില്ല. എന്നാൽ അവനൊരു വക്കാലത്ത് കൊടുത്തേക്കും. എന്റെ മകളെ ഇന്നവന് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഞാൻ ഏൽപ്പിച്ചു. സാക്ഷി ഇന്നയാൾ.
അതിൽ കാര്യമായിട്ട് ഖത്തറിന്ന് സാക്ഷിയിൽ ഒപ്പിടുന്ന ഒരാളായിരുന്നു എന്റെ മൂത്താപ്പ പടിഞ്ഞാറെന്നറിയുന്ന മൂപ്പറിഞ്ഞോട് ഞാൻ വിവരം പറഞ്ഞപ്പോ ഞാൻ പോരുമ്പം ബാക്കിയുള്ള ചിലരുകൾ ഉണ്ടാവും, ഇനിയൊരു അസ്സലാമു അലൈക്കും എല്ലാവരോടും പറഞ്ഞേക്കണോന്ന് പറഞ്ഞത് കേട്ടിയൊരു ഇള്ളിയോരെല്ലാം മടക്കിയെത്തി. കാരണം ഓർ പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്തർവാജൽ ഇതൊന്നും പറയുന്നത് കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ എനക്കൊരു മോശം വരണം. അപ്പം ഇവിടെ അദ്ദേഹമായിരുന്നു ഏതാണ്ടിലും ഒപ്പിടൽ. അന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് മഹാനർ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, അങ്ങനെ ഒരു പിതാവിന്റെ ഒരു മകളെ വിവാഹം ചെയ്തു കൊടുക്കാനുള്ള ആ ഒരുക്കം നടക്കുന്നതിനിടയിൽ വിവാഹത്തിന്റെ തലേ ദിവസം എല്ലാവരും കൂടി വന്നിട്ട് തങ്ങളോട് തങ്ങളെ നാളെ നിക്കാഹ ഔള്ള വരുന്നില്ല, അതായത് ഉപ്പ വരുന്നില്ല, ഒന്നുമില്ല, ഉപ്പ വരണമെന്നില്ല, പൈസ ഇവിടെ കിട്ടേണ്ടത്. പക്ഷേ ഓല് പറഞ്ഞ പോലെ ഒരു കരക്കേറുണ്ട്, ഓന്റെ കത്തും വന്നിട്ടില്ല. കത്തും വന്നിട്ടില്ല, ഔള്ളയും വന്നിട്ടില്ലെങ്കിൽ ഒക്കാലത്ത് ഇന്നത്തെ പോലെ നടക്കുന്ന കാലമല്ല, ഫോണൊന്നും ഇല്ലാത്ത കാലമാണ്. കമ്പ്യൂട്ടർ അടിച്ചാലേ വേറെ ഏതോ ദൂരെയുള്ള വീട്ടിൽ ചെന്ന് നിന്ന് ഫോൺ വല്ലതും വിളിപ്പിച്ചിട്ട് ഒക്കാലത്താക്കേണ്ട സമയമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട മഹാനരുടെ വീട്ടിൽ വരുന്നത് പാതിരാ സമയത്താണ് വരുന്നത്. ഏതാണ്ട് ഒരു 2 മണി സമയത്തൊരു വീട്ടിൽ വന്നാൽ ആ വീട്ടിൽ നിന്ന് വിഷയം ചോദിക്കുമെന്ന് പറയുന്നത് ആർക്കൊന്നും സാധിക്കുമോ? ഗുഹനോറ വീട്ടിൽ വന്നിട്ട് തങ്ങൾ പറയുന്ന ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ആളുകളോട് പറഞ്ഞ് നിങ്ങളാരും ഇങ്ങോട്ടെടുക്കരുത്, ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. ആ മഹാനർ വീട്ടിന്റെ ചേരിയിൽ പോരായിഴ ഇപ്പുറത്തുള്ള ആ ചേരിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇടക്കിടക്കൊന്ന് ചെനച്ച് കൂറ്റ് തങ്ങളുടേതാണെന്ന് കേട്ടപ്പോ കിഗനോറ് ചോദിക്കുകയാണ്, അല്ല തങ്ങളെ എന്താ ഈ പാതിരക്ക്? നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ മോമിനീങ്ങളെ, പാതിരാ സമയത്ത് എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുമ്പോ എന്താ തങ്ങളെ പാതിര നേരത്ത് നിന്ന് കേൾക്കുന്ന ഒരവസ്ഥയിലാണോ നമ്മുടെ സ്ഥിതി? ഉറപ്പൊഴിച്ചു നിൽക്കുകയാണെന്തിന്? അവധിയില്ലാത്ത കോടതിയാൻ, ഞായറാഴ്ച ഒഴിവില്ല, വെള്ളിയാഴ്ച ഒഴിവില്ല, നോമ്പിനൊഴിവില്ല. എന്റെ അടുത്ത് വരുന്ന മസ്അലകൾ, എന്റെ അടുക്കൽ വരുന്ന പ്രശ്നങ്ങൾ പാതിരക്കാണെങ്കിൽ പാതിരക്ക് ഞാനത് തീർത്തു കൊടുക്കണമല്ലോ. മഹാനവറുകൾ ഓഫീസിൽ വെച്ച് പുറത്തേക്ക് വന്നു. തങ്ങൾ പറഞ്ഞോലോ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വന്നതാണ് ഇങ്ങനെയൊരു പ്രശ്നം, എവലായിന്റെ ആള് ഇങ്ങോട്ട് ബെരീനടോ എന്നൊക്കെ പറഞ്ഞ് വന്നവരെ തങ്ങൾ തന്നെ ഒരൽപ്പം ശക്തിയിൽ സംസാരിച്ചു. വിവരങ്ങളെല്ലാം കുഗനോറോട് പറഞ്ഞു. ഓർ പറഞ്ഞത് എഴുത്ത് വന്നിട്ടില്ലെങ്കിലും വഴിയുണ്ട് തങ്ങളെ, എന്നാലും എന്തെങ്കിലും ഒരു എഴുത്ത് ഒരു ഉപ്പ വീട്ട് അയക്കാതിരിക്കൂലോ. വന്ന കത്തൊക്കെ ഞാനൊന്ന് കാണട്ടെ. അടുത്തടുത്ത് വന്ന വേറെ ചില കത്തുകളുണ്ട്. ആ കത്തുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോ വക്കാലത്തിന്റെ കത്ത് വന്നില്ലെന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത്. ആ കത്ത് വായിച്ചു നോക്കുമ്പോൾ അതിലുണ്ട് അനുജന് ഇയാൾ എഴുതുന്നത്, നമ്മളെ ഇന്നാപ്പിൾക്കൊരു പുതിയ ആപ്പിളേനെ നോക്കണം, അതിങ്ങനെ നോക്കിയെടുക്കണം, നോക്കാനൊന്നും എനക്കങ്ങ് വരാൻ സാധിക്കൂല. ആ നോക്കിയെടുത്തിട്ട് വേണ്ട പോലെ വേണമെങ്കിൽ ഇനി നിക്കാഹും ചെയ്തു കൊടുക്കണം എന്നൊരു കത്ത് ഇതിന്റെ മുമ്പ് എഴുതിയ ഒരു കത്തുണ്ട്. നമ്മൾ വിചാരിക്കൽ അങ്ങനല്ലോ, എന്റെ മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ നിന്നെ ഞാൻ വക്കാലത്താക്കി എന്ന വാക്ക് തന്നെ എഴുതണം എന്നാണ് ധാരണ. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഒരു പിതാവ് ചെയ്യേണ്ട പണി മറ്റൊരാൾ എടുക്കുന്നതിന് പിതാവിന്റെ മനസാ സമ്മതമാണെന്നറിയിക്കുന്ന എന്തു വാക്കായാലും മതി. ഞാൻ നിന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പറ്റും, നീ നിക്കാഹ് ചെയ്തു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ പറ്റും, എനിക്കത് തൃപ്തിയാണ് എന്ന് പറഞ്ഞാൽ പറ്റും. പണ്ടേതോ കാലത്തെഴുതിയ കത്താണ് തങ്ങളോട് കിഗനോറ് ചോദിക്കുന്നത്, അല്ല തങ്ങളെ ഇത് എന്നല്ലേ വക്കാലത്തിന്റെ കത്ത്, ഈലും വലിയൊരു കത്തനി വരാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ തങ്ങളോടാകെ കരഞ്ഞുപോയി. കാരണം ഞമ്മളെ കണ്ണുകൊണ്ട് കാണാത്ത മൂപ്പര് കാണുന്നല്ലോ. ഈ 2 മഹത്തുക്കളുടെ നിലാതാണ്. ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ മസ്തല, ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞെട്ടിപ്പോയാലുള്ള മസ്തല, ചെറുതു മുതൽ വലുതുവരെ എല്ലാം ഏതാണ്ട് 1000ഓളം ഫത്വകൾ മലയാളത്തിൽ ക്രോഡീകരിച്ച ഒരു മഹാനർ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിച്ചവർ താജുൽ ഉലമ ബഹുമാനപ്പെട്ട സദഖത്തുള്ളവർ മാത്രമാണ്. കിഗനോറുടേതങ്ങനെ എഴുതപ്പെട്ടിട്ടില്ല. ഈ 2 മഹത്തുക്കൾക്കും സ്പീക്കർ ആരാധനകൾ പോലോത്ത വിഷയങ്ങളിൽ സ്വന്തമായ അഭിപ്രായം എല്ലാവരോടും അവർ തുറന്നു പറയും. ആ തുറന്നു പറയുന്ന സമയത്തും മഹാനവറുകൾ ജനകോടികളെയും ആയിരക്കണക്കിന് ജനങ്ങളെയും നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും സ്നേഹിച്ചില്ലേ മഹാനർ?
ഇഷ്ടപ്പെട്ടില്ലേ മഹാനർ, കൈപിടിച്ചില്ലേ മഹാനർ. ആ മഹാനവറുകൾ എത്ര വലിയ ദറജയിലാണ് നമ്മൾ ഓർക്കണം. നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന മാർഗമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് പരിശുദ്ധമായ റജബ് മാസമാണ്. ആരംഭ നബിതങ്ങൾക്ക് ഇത്രത്തോളം ബഹുമാനമുള്ള ഒരു മാസം ഇനി വരാനില്ല. നമുക്ക് നോമ്പാണ് വലുത് റമദാൻ, കാരണം ലൈലത്തുൽ ഖദ്റുണ്ട്. ആരംഭ നബിതങ്ങൾക്ക് അങ്ങനെയല്ല. ആരംഭ നബിതങ്ങൾ ഇതുപോലത്തെ ഒരു റജബ് മാസത്തിലാണ് അല്ലാഹുവിന്റെ തിരുമുഖത്തേക്ക്, തിരുദാത്തിലേക്ക് ഒരൊറ്റ രാത്രിയുടെ അല്പഭാഗം കൊണ്ട് 10 വട്ടം അല്ലാഹുവിന്റെ റസൂൽ പടച്ച തമ്പുരാനെ കണ്ടില്ലേ? ഒരു വട്ടമല്ല, 2 വട്ടമല്ല. മിഅ്റാജിന്റെ രാത്രിയിൽ, ഇസ്രാഇന്റെ രാത്രിയിൽ 10 വട്ടം. ആദ്യം കണ്ടപ്പോഴും 5 പ്രാവശ്യം നിസ്കാരം ചുരുക്കാൻ വേണ്ടി പോയപ്പോഴും അടക്കം 10 പ്രാവശ്യം കണ്ടു എന്ന് ഉലമാക്കള് രേഖപ്പെടുത്തുന്നുണ്ട്. പടച്ചോനെ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും മഹത്വമുള്ള പരിശുദ്ധമായ റജബ് ബറക്കത്തുള്ള മാസമാണ്. ശഅബാൻ ബറക്കത്ത് ഇടതടവില്ലാതെ വർഷിച്ചുകൊണ്ടിരിക്കുന്ന മാസമാണ്. റമദാൻ പറയേണ്ടതില്ല. ഈ പുണ്യകരമായ മാസങ്ങളുടെ പരിപാടി ഗമിക്കുമ്പോൾ, ഈ 2 മഹത്തുക്കളെ നമ്മൾ ഓർക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ അനുസ്മരണത്തിന്റെ നാളിൽ എന്റെ അഭിവന്യ സുഹൃത്ത് കടമേര് റഹ്മാനിയ അറബി കോളേജിനടുത്തുള്ള കടമേര് പള്ളിയിലെ ഖത്തീബ് ചെറക്കൽ ഹമീദ് മുസ്ലിയാർ, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു കീഴനൂറുടെ നോമ്പിന്റെ അമലിനെ കുറിച്ച്. അത് മൂപ്പർക്കാണ് കൂടുതൽ അറിയാൻ, കടമേരിക്കാരനാണല്ലോ. എന്നോട് പറഞ്ഞു ജനങ്ങളോട് പറയാനും കൂടിയാണല്ലോ. പറയുന്നതിൽ ഒരല്പം ഉറപ്പിക്കണ്ടേ എന്നൊക്കെ എന്നെ തമാശയാക്കിയിട്ട് പറയുന്നത്, നോമ്പുകാലത്ത് വല്ലാതെ മഹാനരോധും കീഴനോറോതും. ഞാൻ ചോദിച്ചു എത്ര, അതിന്റെ കണക്കെത്രയാണ്? എന്നോട് പറയുന്നത് ഒരു ദിവസം ഒരു ഖത്മിലേറെ മഹാനോതാറുണ്ട്. കേട്ടാൽ നമുക്ക് വിശ്വാസം വരില്ല. നോമ്പ് കാലത്ത് 30 ദിവസത്തെ നോമ്പുണ്ടെങ്കിൽ ആ 30 ദിവസത്തേക്ക് 30 ഖത്തം ഓതുന്നുണ്ട് എന്ന കാര്യത്തിൽ ഹമീദ് മുസ്ലിയാർ സംശയിക്കുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ നിങ്ങളങ്ങനെ ഉറപ്പ് പറയുന്നത്? അതെല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് അല്ലെങ്കിൽ അതിന്റെ മുമ്പ് കടമേരി പള്ളിയിൽ വന്നാൽ ആ സമയത്ത് ഓതുന്നത് അൽ ബഖറയാണെങ്കിൽ പിറ്റേ ദിവസവും അൽ ബഖറ. മുഹർ കഴിഞ്ഞുമല്ല ചെന്നു നോക്കിയാൽ അൻആം സൂറത്താണെങ്കിൽ പിറ്റേന്നും അൻആം. ഇതിനർത്ഥം എന്താണ്? ഒരു ദിവസം കൊണ്ടൊരു ഖത്മ് കഴിയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞത്, കടമേരി പള്ളിയിൽ ഓതുന്ന കുറെ ആളുകളുണ്ട്, ഖുർആൻ ഓത്തുകാർ. എല്ലാവരും നല്ലോണം ഓതും. അതിലേറ്റവും കൂടുതൽ ഓതൽ ബഹുമാനപ്പെട്ട കീഴനോറാണ്. ഒരാൾക്കും മൂപ്പറോടി ഓതിയാലെത്തുകയില്ലെന്ന് ഹമീദ് മുസ്ലിയാർ സാക്ഷ്യപ്പെടുത്തുമ്പോ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ഖുർആനോത്ത് വല്ലാത്ത ഒരു അമലാണ്. ആകുമെങ്കിൽ, സാധിക്കുമെങ്കിൽ കുറച്ചൊക്കെ ഖുർആനോദണം മുഅ്മിനുകളെ മൂപ്പറുടെ ജീവിതത്തിലുള്ളതാണ്. ഖുർആനോത്ത് മാത്രമല്ല, ഏത് അമലിന്റെയും ഒരു സ്ഥലത്തിരുന്നാൽ ആ സ്ഥലത്ത് വെച്ച് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഒരു സ്വലാത്തെങ്കിലും ചെല്ലുന്ന വടക്കം വണ്ടൂരിലെ താജുല്ലുലമക്കുണ്ട്. ഭക്ഷണത്തിന്റെ നേരത്ത് ചൊല്ലേണ്ടത്, ഭക്ഷണം കഴിച്ചാൽ ചൊല്ലേണ്ടത്, ഇതൊക്കെ കീഴനോറ് കൈമടക്കി മടക്കി മടക്കി ആരും അറിയാതെ ചൊല്ലുന്നത് എത്രയോ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ മഹാനരങ്ങനെയാ വഫാത്തായത്. ഒരു വെള്ളിയാഴ്ച അതിനു മുമ്പ് കേവലം ഒരു ദിവസം മാത്രം രോഗിയായി കിടന്ന് കണ്ണോളി കണ്ടീര വസതിയില്ലല്ലോ. അന്ന് കണ്ടവരെത്രയാണ്. ആ കിടത്തം പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാലും നീട്ടി, നെഞ്ചും പടിഞ്ഞാറ് ഭാഗത്താക്കി, മുഖവും പടിഞ്ഞാറ് ഭാഗത്താക്കി, വീർത്ത വയർ. സലാം ഡോക്ടർ തലേ ദിവസം വന്നിട്ട് പറയുന്നത് പൾസെല്ലാം നശിച്ചു. സംസാര ശക്തി വൈദ്യശാസ്ത്ര നിയമപ്രകാരം സംസാരിക്കാൻ പാടില്ല, സംസാരം ഉണ്ടാവാനേ പാടില്ല. പക്ഷേ മൂപ്പർക്ക് യാതൊരു മറതിയുമില്ല. ഞാൻ വ്യാഴാഴ്ച എന്റെ ദർസുള്ള പള്ളിയിൽ വെച്ച് മൂപ്പരുടെ അടുത്തേക്ക് ചെന്ന് രോഗം കഠിനമാണെന്നറിഞ്ഞപ്പോ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ പ്രയാസാണ്. ഞാൻ ഒന്നും പറയാതെ തിരിച്ചു പോന്നപ്പോ അവിടുത്തെ പുതിയാപ്പള ഹമീദുലിയാറുടെ ജ്യേഷ്ഠൻ സയ്യിദ് മുസ്ലിയാറോട് ചോദിച്ചു ആരാം വന്നത്. പിന്നെയും ഞാൻ അടുത്തേക്ക് ചെന്ന് സലാം പറഞ്ഞു പോന്നിട്ടുണ്ട്. അനുഭവം പറയുകയാണ്. ബഹുമാനപ്പെട്ട രാമന്തളിത്തങ്ങൾ
മഹാനവറുകൾ ബഹുമാനപ്പെട്ട കീഴനൂറെ കാണാൻ വരുന്നത് വ്യാഴാഴ്ച രാത്രി, അതായത് വെള്ളിയാഴ്ചയാണ് മരണപ്പെടുന്നത്. വ്യാഴാഴ്ച രാത്രി തങ്ങൾ വന്നപ്പം തങ്ങളെ കണ്ട ഉടനെ തന്നെ കീഴനൂറ് ചോദിച്ചോലോ, അല്ല തങ്ങളെ നമ്മളെ പള്ളീന്റെ കുറ്റിയടിക്കലെപ്പോഴാൻ? പാറക്കടത്തൊരു പള്ളി, അതിന്റെ കുറ്റിയടിക്കൽ നോക്കുന്ന സമയമല്ലോ ഇത്. സക്കറാത്തിന്റെ നേരം, സക്കറാത്തുമായി മല്ലടിക്കുന്ന മൗത്തുമായി മല്ലടിക്കുന്ന നേരം, സംസാരം പാടില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ സമയം മഹാനോർക്കുകയാണ്. തങ്ങൾ ഏതെങ്കിലും ആട്ടെ എന്ന് കരുതിയിട്ട് ഒരൊറ്റപ്പറയലും മറ്റന്നാളേക്കാ തീരുമാനിച്ചത്. തങ്ങളോട് പറയുന്നത് ശനിയാഴ്ചയാണോ തങ്ങള്? എന്താ ഇന്ന് വ്യാഴം, നാളെ വെള്ളി, മറ്റന്നാള് ശനി? വാസ്തവത്തിൽ ഞായറാഴ്ചക്കാണ് തീരുമാനിച്ചത്. എന്തെങ്കിലും ആട്ടെ ഓരോന്ന് കേൾപ്പിക്കണ്ടേ എന്ന് കരുതിയിട്ട് മറ്റന്നാൾ എന്ന് പറഞ്ഞപ്പോ എന്താ അതിന്റെ ഭാഗം? തങ്ങളെ ഞാൻ മൗത്തിന്റെ സക്കറാത്തിലാണെങ്കിലും ഓർമ്മ എനിക്ക് നശിച്ചിട്ടില്ല. മറ്റന്നാളൊന്നും നിങ്ങൾ പറയണ്ട, ഇത് ഞാൻ തങ്ങളെ മുമ്പ് നിന്ന് പറഞ്ഞതായതുകൊണ്ട് ഓരോ വാക്കിനർത്ഥം വെക്കുന്നതിൽ പൊരുത്തക്കേടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു. നാളെ വെള്ളിയാണ്, മറ്റന്നാൾ ശനിയാണ്, അതിന്റെ പിറ്റേ ദിവസം ഞായറാണ് തങ്ങളെ. അത് നിങ്ങൾ അറിയുമോ എന്ന് അങ്ങോട്ടൊരു ചോദ്യമാണ്. പിറ്റേന്ന് രാവിലെ നാദാപുരത്തക്കാവുകാര് ചോദിച്ചു, ഓരോട് ദിവസങ്ങൾക്ക് ഓർമ്മണ്ടോ? ഇക്കിടക്കുന്ന മൂപ്പറോട് ചോദിച്ചപ്പോ അൽക്കഹുഫ് ഞാൻ ഓതിയിട്ടുണ്ട് കാവുകാരെ. ഇതാ മറുപടി. എന്താ ഇതിന്റെ അർത്ഥം? എന്നെ ദിവസങ്ങൾ പഠിപ്പിക്കണ്ട, ഇത് വെള്ളിയാഴ്ചയാണ്, ഓതണ്ട സൂറത്ത് അൽക്കഹുഫാണ്, ഞാനതോതി, നിങ്ങളതോതിയിട്ടുണ്ടോ എന്ന ചോദ്യം കാദിയാറോട് ചോദിക്കണമെങ്കിൽ എന്തൊരു നെഞ്ഞുറപ്പാൻ. യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനൂ, മോമിനീങ്ങൾക്ക് അല്ല കൊടുക്കുന്ന നെഞ്ഞുറപ്പ്, മോമിനീങ്ങൾക്ക് അല്ല കൊടുക്കുന്ന കാരുറപ്പ്, മനസ്സുറപ്പ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. സക്കറാത്തിന്റെ നേരം തുടങ്ങി മൗത്തിന്റെ നേരം വരെ 10:20 വഫാത്താവുന്നത് വരെ ചൊല്ലി 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 ഒരൊറ്റ അവസാനത്തെ ചൊല്ലലും ചൊല്ലിയിട്ട് വഫാത്തായവർ എന്താണ് ചൊല്ലിയത് അറിഞ്ഞുകൂടാ. യാസീനാണെന്ന് പറഞ്ഞവരുണ്ട്, ഇഖ്ലാസാണെന്ന് പറഞ്ഞവരുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് പറഞ്ഞവരുണ്ട്. ചൊല്ലിയിട്ടാണ് മരിച്ചതെന്നതിൽ തർക്കമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് പെട്ടെന്ന് മരിച്ചതല്ല. അതും വലിയ ഭാഗ്യമാണ്. അല്ലാഹു നമ്മെ അതിൽ പെടുത്തുമാറാവട്ടെ. അത് തന്നെ വലിയ ഭാഗ്യമല്ലേ. മൂപ്പർ ചൊല്ലി 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 അവസാന ടൈം എത്തിയപ്പോ ഒരൊറ്റ വഫാത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാന്റെ സ്മരണകളായി പിറക്കുമ്പോ, അങ്ങനെ തന്നെ മരിച്ച താജുല്ലുലമയായി പിറക്കുമ്പോ നമ്മൾ ആശിക്കുന്നത് എന്താണ്? ഓറി എന്ന് പറയലുണ്ട്. കീഴനൂറ് പറയുന്നൊരു തമാശ ഉണ്ട്. തമാശയാണെങ്കിലും വലിയ ഫലമുള്ള തമാശ. ചക്കരപ്പുറത്തെ തങ്ങത്ത് ഹിദുമത്തെടുത്ത അമ്മദ് ബാത്തയും സ്വർഗത്തിലാണടോ. എപ്പോഴും കീഴനൂറ് പറയുന്നൊരു വാക്കാൻ. ചക്കരപ്പുറത്തുനിന്ന് മരണപ്പെട്ടു പോയ വലിയ ഒരു സയ്യിദ്, ആ തങ്ങളവറുകൾക്ക് എല്ലാ ഹിദുമത്തും കൊടുക്കുന്നവരാടാണ് അമ്മദ് ബാത്ത എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ എന്താ പണി? തങ്ങളെവിടെയുണ്ടോ മുറുക്കാന്റെ വെട്ടിയും എടുത്ത് അമ്മദാപ്പുണ്ടാകും. മറ്റ് അമലുകളൊന്നും ചെയ്യൂല. എന്നാൽ ബഹുമാനപ്പെട്ട ഓറ് ചോദിക്കുന്നത് മഹ്ശറിലെത്തുമ്പോ തങ്ങളെ സ്വർഗത്തിലേക്ക് അല്ലാഹു അങ്ങ് കൊണ്ടുപോകുമ്പോ തങ്ങൾ പറയൂല്ല, പടച്ചോനെ അമ്മദിനെയും കൂടെ എന്റെ കൂടെ പെടുത്തണേ. ഇതുപോലെ മാക്കൾക്ക് റബ്ബ് കൊടുക്കുന്ന ശഫാഅത്താൻ. എന്തിന്റെ പേരിൽ? അവർ പഠിപ്പിച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന്റെ പേരിൽ, അവർ പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ അവരുടെ പൊരുത്തം കിട്ടണമെന്ന് കരുതിയിട്ട് അവരോട് തോളൊരുങ്ങി അവർ പഠിപ്പിച്ച പാരമ്പര്യമായ മാർഗത്തിലൂടെ പരമാവധി നിന്നു പോന്നവർ എന്തിന്? ഓറക്കൊണ്ടൊരു ഗുണം കിട്ടണം, ഓറക്കൊണ്ട ആഹുറത്തിലൊരു ഗുണം കിട്ടണം. നിങ്ങൾ കേട്ടിട്ടില്ലേ? നാളെ പരലോകത്തെത്തുമ്പോ 3 കൂട്ടം ആളുകളുണ്ട്. സജ്ജനങ്ങളായ ആളുകൾ 2 കൂട്ടർ, മോശപ്പെട്ട ആളുകൾ 1 കൂട്ടർ. മോശപ്പെട്ടവർ നരകത്തിൽ, അതുപോലെ തന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിലോ സ്വർഗത്തിലെത്തുന്ന 1 കൂട്ടർ. പിന്നെ 1 കൂട്ടരുണ്ട് മുന്തിയവർ. സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ മുഖറബുകൾ. അവരോട് അല്ലാഹു പറയുന്നതാണ്, നിങ്ങൾ സ്വർഗത്തിൽ പോകല്ല, സ്വർഗത്തിൽ പോകല്ല. അവര് പേടിച്ചു പോകും. റബ്ബേ, ഞങ്ങളുടെ നീ എന്താണ് ചെയ്യുന്നത്? നിങ്ങളവിടെ തന്നെ നിൽക്കണം, നിങ്ങളെ കൊണ്ടൊരു പണിയുണ്ട്, നിങ്ങളെ കൊണ്ട് എനിക്കൊരു പണിയുണ്ട്. നിങ്ങൾ വേഗത്തിൽ പോയാൽ പറ്റുകയില്ല. കാരണം നിങ്ങളെ കൂടെ ജീവിച്ചവരുണ്ട് ദുനിയാവിൽ.
നിങ്ങൾ പറയുന്നതാണ് സത്യമെന്ന് കരുതിയിട്ട് ജീവിച്ചവർ, നിങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ, നിങ്ങളെ സ്നേഹിച്ചവർ, നിങ്ങളോട് വസിയ്യത്ത് ചെയ്തവർ, നിങ്ങളടുത്ത് വല്ലതും ആഖിറത്തിൽ കിട്ടുമെന്ന് കരുതിയ ആളുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് മഹാന്മാരെ, നിങ്ങൾ അവരെയും കൂടെ പരലോകത്തേക്ക് കൂട്ടിയിട്ട് പോകണേ. ശഫാഅത്ത് കൊണ്ട് നിങ്ങളവിടെ രക്ഷപ്പെടുത്തണമെന്ന് അല്ലാഹു അത്തരക്കാരോട് പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, നമ്മൾ സാധുക്കളാണ്, നമ്മൾ മിസ്കീന്മാരാണ്. എന്താണ് കയ്യിലുള്ളത്? ശൂന്യമല്ലേ. നിസ്കാരം മോശം, നോമ്പ് മോശം, റബ്ബ് കബൂലാക്കുമാറാകട്ടെ. ആവും വിധം നമ്മളും അധ്വാനിക്കണം. നോമ്പുകാലങ്ങളിൽ ഒരു ദിവസം ഒരു 10 മുഹർ ഓതി തീർത്തെങ്കിൽ നോമ്പ് അത്രയൊന്നും ആവില്ലെങ്കിലും കഴിവിന്റെ പരമാവധി സാധാരണ ദിവസങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരൊറ്റ സൂറത്ത് സാധാരണ നമ്മുടെ നാടൻ നുറുതികളിലൊക്കെ പറയാറുണ്ട്, പലരും കേട്ടതാണ്. നബിതങ്ങൾ പഠിപ്പിച്ചല്ലോ, ഖിയാമത്ത് നാളിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സൂറത്തുണ്ട്, കൂട്ടത്തിൽ ചെറുത്. ആ സൂറത്തോതി മരിക്കുന്നവന് ധാരാളം പുണ്യങ്ങൾ ആഖിറത്തിലുണ്ട്. വലിയ സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന ഖുൽ ഹുവല്ലാഹു അഹദാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. മഹ്ശറിലെത്തുമ്പോ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ മഹ്ശറിൽ ഒരുമിച്ച് കൂടുമ്പോ മലക്കുകളെ കൊണ്ട് അല്ലാഹു വിളിച്ചു പറയിപ്പിക്കും, അലാ ഇന്ന ഫുലാനൻ അതീഖുല്ലാഹ്, ഇന്നാലിന്ന മനുഷ്യൻ നരകത്തിലാണ്, നരകത്തിൽ വെച്ചൊഴിവാണ്, അവൻ സ്വർഗത്തിലേക്ക് പോകട്ടെ എന്ന ഒരു പ്രക്ഷേപണം. ജനകോടികൾ കേൾക്കുന്ന രൂപത്തിൽ മലക്കുകൾ നടക്കുന്ന പ്രക്ഷേപണം. എന്താണ് ആ മനുഷ്യൻ ചെയ്തത്? മരണപ്പെടുന്നതിന്റെ മുമ്പ് 1,00,000 ഇഖ്ലാസ് സൂറത്തോതി തീർത്തവനാണ്. 1,00,000 ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തോതി തീർത്ത മനുഷ്യനെ നാളെ പരലോകത്ത് റബ്ബ് തആല അള്ളാന്റെ നേരിട്ടുള്ള ഓർഡർ നൽകിയിട്ട് സ്വർഗത്തിൽ എത്തിക്കുമെന്ന് പറയുമ്പോ എത്ര വലിയ പുണ്യകരമാണ്. ജോലിത്തിരക്കിനിടയിൽ എന്റെ യുവാക്കളെ, ചെറുപ്പക്കാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബിസിനസിനിടയിൽ, കച്ചവടത്തിനിടയിൽ, ജ്യൂസ് ഉണ്ടാക്കുന്നതിനിടയിൽ, ഡ്രൈവിംഗ് ചെയ്യുന്നതിനിടയിൽ, ആവശ്യമുള്ള സന്ദർഭങ്ങളിലൊക്കെയും കൊണ്ടു നടക്കാൻ പറ്റുന്ന വളരെ പുണ്യമായ അമൂല്യമായ ഒരു സൂറത്ത് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. 1,00,000 ഇഖ്ലാസ് സൂറത്ത് മരിക്കുന്നതിനിടയിൽ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്കെത്താൻ അല്ലാഹു അവന് തൗഫീഖ് നൽകുന്നതാണ്. പടച്ച തമ്പുരാൻ ഇത്തരം അമലുകൾ ചെയ്ത് ജീവിക്കാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാം നൽകി സന്തോഷിപ്പിക്കുമാറാവട്ടെ. നീണ്ടുപോയോ എന്നറിയില്ല. റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മുടെ കൂടലും പിരിയലും ബറക്കത്തുള്ള കൂടലും പിരിയലുമാക്കി നമ്മിൽ വെച്ച് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒത്തുകൂടൽ അല്ലാഹു നമ്മിൽ വെച്ച് കബൂലാക്കി ആഖിറത്തിൽ വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മയൊക്കെ പെടുത്തി തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി.